മലയാളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ഫിറ്റ്നസ് ആൻഡ് വെൽനസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മുഹമ്മദ് സനദ്. ഇന്ന് ഞാനിവിടെ റിവേഴ്സ് ചെയ്യുന്നത് ആറ്റോമിക് ഹാബിറ്റ്സ് ജെയിംസ് ക്ലിയറിൻ്റെ ബുക്കാണ്. അത് എത്രത്തോളം നമുക്ക് ഹെൽത്തിയായ ഫിറ്റായ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എത്തിക്കാൻ പറ്റും, ഈ പറഞ്ഞ ബുക്കിൽ കൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ദാറ്റ് വിൽ മേക്ക് ദിസ് പോഡ്കാസ്റ്റ് പ്രൊഡക്റ്റീവ്. സോ വൺ ഓഫ് ദ റീസൺ ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ബുക്ക് സീരീസ്, ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു മാസം കൊണ്ട് 4 ബുക്ക്, ആഴ്ചയിൽ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടാണ്. ഇത് ഞാൻ ഓൾറെഡി വായിച്ച ബുക്കുകൾ തന്നെയാണ്. ഇതെന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നെന്ന് മാത്രമല്ല, എൻ്റെ ക്ലയൻസിൽ എനിക്ക് ട്രെയിൻ ചെയ്യുന്നതിലും അതുപോലെ തന്നെ വേൾഡ് വ്യൂ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നതിൽ എനിക്ക് ഈ ഒരു ബുക്സൊക്കെ എനിക്ക് നല്ല ഉപകാരപ്പെടുന്നത്. ആറ്റോമിക് ഹാബിറ്റ്സ് ഒരു ബുക്കാണ്. അടുത്ത ബാക്കി വരുന്ന ബുക്കുകളൊക്കെ ഇവൻച്വലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോകത്തിലെ എല്ലാ മലയാളികളും, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരത നമുക്കാണുള്ളത് മലയാളികൾക്കാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു കപ്പാസിറ്റിയിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ കാൺട്ട് വി ക്യാൻ ബിക്കം ദി ഹെൽത്തിയസ്റ്റ് ആൻഡ് ഫിറ്റസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഹെൽത്തിയായ ഫിറ്റായ, ലെറ്റ്സ് പുട്ട് ലോകത്ത് ഫസ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും ഹെൽത്തിയായ ഫിറ്റായ പീപ്പിളായിട്ട് നമുക്ക് മാറാൻ എന്തുകൊണ്ട് കഴിയില്ല? സോ ഈ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ലോങ് ഫോം വീഡിയോ കൺസിസ്റ്റൻ്റായി തുടങ്ങാം എന്നുള്ളൊരു പ്ലാനിലെത്തിയത്. സോ ഇതിന് മുൻപായിട്ട് ഇപ്പം എല്ലാവർക്കും അറിയാം ഹെൽത്തി ആവണം, എല്ലാവർക്കും ഇഷ്ടമാണ് ഫിറ്റ് ആവണം, ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാറണം എന്നൊരു താല്പര്യമുണ്ട്. പക്ഷേ എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലെവൽ നോക്കിയാൽ യെസ്. അത് കൂടാതെ ഒരു കമ്മ്യൂണിറ്റി കൈൻഡ് ഓഫ് സപ്പോർട്ട്, നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ കഴിയൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഹെൽത്തിയായ ലെവലിലേക്ക്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ ഒന്നാണ് നമ്മുടെ ജനറേഷണൽ ഗ്യാപ്പ്. സോ ഞാനിപ്പം ഈ ജനറേഷൻസിന് എടുത്ത് വെച്ച് നോക്കിയ സമയത്ത്, അതായത് ഏകദേശം 6 ജനറേഷനിലെ ആൾക്കാർ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ഫസ്റ്റ് ജനറേഷൻ ഈസ് ദ സൈലൻറ്റ് ജനറേഷൻ. 1928 മുതൽ 45 വരെ അതിൽ ജനിച്ച ആൾക്കാർ ഇപ്പോൾ അവർക്ക് ഏകദേശം 79 മുതൽ 96 വയസ്സ് വരെ ഉണ്ടാവും. അതായത് നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ്, വളരെ കുറച്ച് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ വളരെ ഡീപ്പ് റൂട്ടഡ് ആയ ട്രഡീഷണൽ വാല്യൂസ് അവർക്കുണ്ടാവും. അതുപോലെ തന്നെ നല്ല അതോറിറ്റി ലെവലായിട്ട് നല്ല ഹാർഡ് വർക്കിംഗ് ആൾക്കാരാണ് അവർ. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും ഫാമിലി ബിൽഡ് ചെയ്യാനൊക്കെ അവരുടെ ലൈഫിനെ അതിലേക്ക് എന്താ പറയുക ത്യജിച്ച് അതിന് വേണ്ടിയിട്ട് അവർ നിന്ന് ആ ഒരു ബേസ് ലെവൽ നമ്മുടെ കേരളത്തിലെ ഈ ലോകത്തെ തന്നെ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയ ലെവലാണ്. പക്ഷേ നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യ, ഈ മഹാരാജ്യത്തിലെ നമ്മുടെ കേരളത്തെ പറ്റിയാണ് എക്സ്ക്ലൂസീവ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം കേരളത്തെ പറ്റി നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ മിനിമലായ ലെവൽ ഓഫ് ചാൻസ് അവർക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ദേ ഹാവ് ഡൺ ദർ ബെസ്റ്റ്. അതിൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ സർവൈവ് ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ബിക്കോസ് ഓഫ് ദെയർ മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഈ മൈൻഡ് സെറ്റിന് എത്രത്തോളം നമുക്ക് സ്ട്രോങ് ആകാൻ കഴിയുമോ അത്രത്തോളം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ബാക്കിയുള്ള എല്ലാ ഹെൽത്തും, ഫിനാൻഷ്യൽ ഹെൽത്ത് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് വരും. സോ ഈ പറയുന്ന ഫസ്റ്റ് ജനറേഷൻ ഈസ് സൈലൻറ്റ് ജനറേഷൻ. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ ഓൾറെഡി വളരെ ബിസിയായി ജീവിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ വളരെ കോൺഷ്യസ് ആയിട്ട് ജീവിച്ച കാരണത്താൽ, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അവർ ജീവിച്ച കാരണത്താൽ അവർ സർവൈവ് ചെയ്തു. എന്തെങ്കിലും ഹെൽത്തി, അവർ ഇത്രയും കാലം സർവൈവ് ചെയ്തത് ആ ഒരു കാരണം കൊണ്ട്, പണ്ട് അവരിട്ട ആ ഒരു എക്സ്ട്രാ എഫേർട്ട് കാരണമാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അവർ പലതരത്തിലുള്ള ഫ്ലൂസ്, പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ അവർ അതിജീവിച്ചിട്ടുണ്ട്. അതുപോരാതെ തന്നെ ലോകമഹായുദ്ധങ്ങൾ, ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒപ്രഷൻസ് അവർ തരണം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ജീവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈവൻ ഈ ഇൻഫർമേഷൻ നിങ്ങളിൽ എത്തിയത് തന്നെ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു സാക്രിഫൈസ് തന്നെയാണ്. സോ വി ഹാവ് ടു ഡു സംതിങ് സോ പ്രൊട്ടക്റ്റീവ്, വി ഹാവ് ടു ഡു സംതിങ് വിച്ച് ഈസ് ഗുഡ്. അടുത്ത ജനറേഷനിലേക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു മൂല്യം നമ്മൾ ചെയ്യണം. സോ അത് ഏറ്റവും മിനിമലായ രീതിയിൽ നമുക്ക് എല്ലാ ദിവസവും ചെയ്തു കൊണ്ടുവന്നിട്ട് ഇവൻച്വലി അതൊരു വലിയൊരു ഗുണമേന്മയുള്ളൊരു കാര്യമായി മാറുകയാണെങ്കിൽ വി ഹാവ് ഡൺ അവർ ലൈഫ്സ് പർപ്പസ്. 1% ബെറ്റർ എവറി സിംഗിൾ ഡേ എന്നൊരു റിമാർക്കോടെയാണ് ഈ ആറ്റോമിക് ഹാബിറ്റ് ജെയിംസ് ക്ലിയർ എഴുതിയത്. അപ്പോൾ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. സയൻറ്റിഫിക്കലി പ്രൂവൺ ആയ കുറേ സ്ട്രാറ്റജീസും കാര്യങ്ങളും ഓൾറെഡി ആൾക്കാരെ വിജയിച്ചതും ഒക്കെ ഈ ബുക്കിൽ പറയാനുണ്ട്. അപ്പം അതിനൊരു പ്രീഫേസ് ആയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നമ്മുടെ ജനറേഷൻ
ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ ഈസ് ലൈക്ക് ബേബി ബൂമേഴ്സ്. അവർക്ക് ഇപ്പോൾ ഏകദേശം 60 മുതൽ 78 വയസ്സ് വരെ, 1946 ശേഷം 1946 മുതൽ 64 വരെ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാരാണ്. അപ്പോൾ അവർക്കും എഗെയിൻ അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഫാമിലി എഡ്യൂക്കേഷനായിരുന്നു. ഇപ്പം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ ലോകമഹായുദ്ധത്തിന് ശേഷം വളരെ സ്ട്രിക്റ്റായിട്ട് കൊണ്ടുവന്ന സമയത്ത് അവർ ഭയങ്കര ഹാർഡ് വർക്കിങ്ങും കരിയർ ഓറിയൻറ്റും അതുപോലെ തന്നെ ഫാമിലി എങ്ങനെ സ്റ്റേബിൾ ആക്കാം എന്ന രീതിയിൽ നെട്ടോട്ട് ഓടിയ ആൾക്കാരാണ്. സോ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഈ മൈഗ്രേഷൻ ചെയ്ത് നമ്മുടെ നാടോട്ട് നമ്മുടെ GCC കൺട്രീസിലൊക്കെ വന്നതൊക്കെ ആ കാലഘട്ടത്തിൽ അവർ അഗെയിൻ ദ സെയിം തിങ് ഹാപ്പൻ. അവർ നല്ലോണം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അവരിൽ ഇപ്പോഴും ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അവിടെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ എത്തി അതിനെ തരണം ചെയ്ത് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ഇവരിപ്പോഴും. അപ്പോൾ അവർ പരമാവധി ഹെൽത്ത് കോൺഷ്യസ് ആവാൻ ട്രൈ ചെയ്യുന്നുണ്ട് അവരെ കൊണ്ടാകുന്ന രീതിയിൽ. ഒരു കാലഘട്ടത്തിൽ അവർ നല്ലോണം അധ്വാനിച്ചതും നല്ല രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ, നല്ല രീതിയിൽ ഭക്ഷണങ്ങളല്ല, അന്നത്ര ഇതുപോലത്തെ രീതിയിലുള്ള ഹൈ ഷുഗറി ഫുഡ്സ് ഒന്നും ഇല്ലാത്ത കാരണത്താൽ കുറേയൊക്കെ അവർ സർവൈവ് ആയി പോയിട്ടുണ്ട്. വളരെ മിനിമലായ രീതിയിലാണ് അവിടെ ഹെൽത്തിനെ അവർ മാനേജ് ചെയ്യുന്നത്. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. കമ്പയർ ടു ഇന്നത്തെ കാലഘട്ടത്തിലെ ഡിസീസ് റേറ്റ് വെച്ച് നോക്കുക, ലൈഫ് സ്റ്റൈൽ ഡിസീസ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ സർവൈവ് ചെയ്തു. അവർ ഈ പറയുന്ന ഈ ഒരു ഏജിൽ എത്തണമെങ്കിൽ 60 മുതൽ 78 വയസ്സ് വരെ എത്തണമെങ്കിൽ തന്നെ ദാറ്റ് ഈസ് ഓൾസോ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. അതിനുശേഷം വന്ന മൂന്നാമത്തെ ജനറേഷനാണ് 1965 മുതൽ 1980 വരെയുള്ള 44 മുതൽ 59 വയസ്സ്, ഏകദേശം നമ്മളൊക്കെ പാരൻസ്, അതായത് എൻ്റെയൊക്കെ പാരൻസ് പോലെ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എഗെയിൻ വളരെ ഇൻഡിപെൻഡൻ്റായി തിങ്ക് ചെയ്യാൻ തുടങ്ങി. കുറച്ചുകൂടെ വർക്ക് ബാലൻസ് ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് ലീജറായിട്ട് കുറച്ചുകൂടെ ഒന്ന് റിലാക്സ് ആവാൻ എടുത്തത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അവർ ഫുള്ളി ലിബറേറ്റഡ് ആയിട്ടില്ല, പക്ഷേ കുറച്ചുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ട്രഡീഷണൽ വാല്യൂസിൽ നിന്നും മോഡേൺ ചിന്താഗതികളിലേക്ക് കുറച്ചൊക്കെ ചെറിയൊരു പ്രോഗ്രഷനൊക്കെ 1% അവർ ഇട്ട് തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് മോൾഡായത് വന്നത്, നമ്മൾ എവിടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയൊരു ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ അസ്. നമുക്ക് നേവിഗേറ്റ് ചെയ്യാൻ ഈസിയാണ്. നമുക്കൊരു കൈൻഡ് ഓഫ് മാപ്പ് ഉണ്ടാവും എങ്ങനെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും, നമ്മൾ വിചാരിച്ച ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ ഈ രീതിയിൽ ഹിസ്റ്ററി പഠിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഇവിടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇവരെ ചാലഞ്ചസും വളരെ ഹൈ സ്ട്രെസ്സായ ബാലൻസിങ്, കരിയർ ബാലൻസ് ചെയ്യാനും ഫാമിലി റെസ്പോൺസിബിലിറ്റി നോക്കേണ്ട സമയത്ത് അവരെ തന്നെ നോക്കാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ പാരൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സന്തോഷങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും അവർക്ക് വേണ്ടിയുള്ള അവരുടെ സ്വന്തമായ ലക്ഷ്യങ്ങൾ അവർ നേടാൻ മറന്നുപോയി. കാരണം അവർ നോക്കിക്കൊണ്ടിരുന്നത് അവരുടെ കുട്ടികളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെയൊക്കെ എത്തിക്കാം എന്നുള്ള ഒരു നെട്ടോട്ടത്തിലായിരുന്നു. അപ്പം നമ്മളെ പാരൻസിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്നത് അവരത്രയും സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ മെജോറിറ്റി ഓഫ് ആൾക്കാരും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മളെ പാരൻസിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ, നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ബെറ്റർ. നമുക്ക് റൈറ്റ് നോളജ് കിട്ടണം, റൈറ്റ് മൈൻഡ് സെറ്റ് കിട്ടണം, നമുക്ക് ആ കൈൻഡ് ഓഫ് ഒരു ഹെൽത്തി ഹാബിറ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ, ഒരു ഡിസിപ്ലിൻ കിട്ടണം. സോ ദേ ഹാഡ് ഡൺ ദെയർ വർക്ക്. ഇപ്പോൾ അവർ അധിക പാരൻസും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഫിനാൻഷ്യലി കുറച്ചുകൂടെ ഓക്യുപ്പൈഡ് ആയി നിൽക്കുന്ന ഫാമിലീസ് ഹെൽത്തിയായ രീതിയിലേക്ക് നടക്കാനും അതുപോലെ തന്നെ അവരെന്തെങ്കിലും പ്രൊഡക്റ്റീവായി കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്ക് എന്തെങ്കിലും പറമ്പിൽ കളിക്കാൻ പോകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി അവർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. ദാറ്റ് ബിക്കോസ് അവർ ചൈൽഡ്ഹുഡിൽ അവർ ആ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇറ്റ് ജസ്റ്റ് ക്യാരി ഫോർ ആ ഹാബിറ്റ് അവർ ഇൻഗ്രെയിൻഡ് ആയി നിന്നുണ്ട്. സോ എൻഗ്രെയിൻ ആയി നിന്നുകൊണ്ട് അവരിപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അവർ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ കുറച്ചൊക്കെ ഇൻവോൾവ് ആണ്, കുറച്ചൊക്കെ, ഫുള്ളി അല്ലെങ്കിലും കുറച്ചൊക്കെ. അപ്പോൾ അവർക്കും ഈ പറയുന്ന രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളൊന്നും കറക്റ്റായ രീതിയിൽ, അതായത് നമ്മൾ ഇന്നത്തെ കഴിക്കുന്ന ഈ ബർഗേഴ്സും പിസ്സ അതുപോലത്തെ കാര്യങ്ങളൊന്നും അത്ര രീതിയിൽ അവർ കിട്ടിയിട്ടില്ലെങ്കിലും ജങ്ക് ഫുഡ്സിനോട് അധികം അത്ര താല്പര്യമില്ല അവർക്ക്. ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് കഴിക്കുന്ന രീതിയിൽ അത്രയും ടോക്സിക് ഫുഡ്സ് അവർ കഴിക്കാറില്ല. ഇൻ കേസ് അവർ കഴിക്കുകയാണെങ്കിൽ തന്നെ ദേ ആർ ഡൂയിങ് സം കൈൻഡ് ഓഫ് ഫിസിക്കൽ ലേബർ. പക്ഷേ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരിലും ചെറിയ രീതിയിലുള്ള കാർഡിയോവാസ്കുലർ ഡിസീസ്, ഒബീസിറ്റി, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ അവർക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിക്കോസ് പാരൻസിൻ്റെ അവർക്കാകുന്ന രീതിയിൽ അവർ എത്രയും എഫേർട്ടിട്ട് കുട്ടികളെ വളർത്തിയിട്ട് കുട്ടികൾ തിരിഞ്ഞു നോക്കാതെ അവരുടെ ലൈഫ് മാത്രം നോക്കി പോകുന്നൊരു കാലഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ. സോ ദാറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മില്ലേനിയൽസ്, വിച്ച് ഈസ് 1981 മുതൽ 1996 വരെ ജനിച്ച ജനറേഷൻ. 28 മുതൽ 43 വയസ്സ് വരെയുള്ള ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെയൊക്കെ പ്രായമുള്ള ഞാനിപ്പോൾ ആ ജനറേഷനിലാണ്.
നമ്മൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ടെക് സാവിയാണ്, സോഷ്യലി നമ്മൾ വളരെ അവെയറാണ്. അതുപോലെ തന്നെ നമ്മളെ മെറ്റീരിയൽ പൊസിഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഫോക്കസ്ഡ് ആയിട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള കാറ്, അതുപോലത്തെ വെഹിക്കിൾസ്, ഗാഡ്ജറ്റ്സ്, അതിലൊക്കെ നമ്മൾ ഭയങ്കര ഗീക്ക് ചെയ്ത് പോകാറുണ്ട്. പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ്, അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന സംഭവത്തിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതും ഈ ഒരു കാലഘട്ടത്തിലെ ജനറേഷനാണ്. അവരെന്തോ നഷ്ടപ്പെട്ടു പോയാൽ, അപ്പോൾ അവർക്കാണ് ഒരു കൈൻഡ് ഓഫ് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിൽ കൂടെ പോകുന്ന ആൾക്കാരും ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തന്നെയാണ്. എന്തിനാണ് റിലീജിയൻ, ഞാൻ എന്തിനാണ് ഇവിടെ ജനിച്ചു പോകുന്നത്, എന്താണ് സംഭവം? കാരണം കഷ്ടപ്പാടുകൾ വളരെ കുറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ മില്ലേനിയൽ ജനിച്ചു വീണത്. ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ വരുന്നതും വളരെ ഒരു വലിയ ഷിഫ്റ്റ് നടന്നതും ഇവരുടെ ഈ ഒരു കോൺഷ്യസ്നെസ് ഡെവലപ്പ് ആകുന്ന സമയത്താണ്. അതായത് ടീനേജേഴ്സ് ടു അവർ ആ ഒരു അഡൽട്ട് ലൈഫിലേക്ക് വരുന്ന സമയത്തേക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഫാസ്റ്റായിട്ട് വന്നത്. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ എനിക്കൊക്കെ രണ്ടിൻ്റെയും വളർച്ച, അതായത് നമ്മൾ ഈ വീഡിയോ കാസറ്റ് ഇട്ട് വളർന്നതും അതുപോലത്തെ കണ്ടു വളർന്നതും അതുപോലെ തന്നെ CD അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ എറയും എല്ലാം നമ്മൾ കണ്ടു വളർന്നതുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ മിസ്സായ പോലെയൊക്കെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് അധികം ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഹെൽത്ത് ഇഷ്യൂസ് വളരെയധികം ഉള്ള ആൾക്കാരാണ് ഈ മില്ലേനിയൽസ്. കാരണം അവർക്ക് നല്ലോണം ജങ്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഫിസിക്കൽ ലേബേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നുകൊണ്ട് കുറച്ചുകൂടെ ചെറുപ്പത്തിൽ ഹാർഡ്ഷിപ്പ് കിട്ടിയ മില്ലേനിയൽസ് അവർ കുറച്ച് നല്ല രീതിയിൽ ഫിനാൻഷ്യലി സെറ്റിൽ ആയിട്ടുണ്ട്. പക്ഷെ അവരുടെ ഹെൽത്ത് നല്ല ഡിറ്റീരിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു വൈഡ് സ്പെക്ട്രം എല്ലാ ജനറേഷനിലുണ്ട്. അപ്പം ഈ മില്ലേനിയൽ ജനറേഷൻ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഹെൽത്ത് ഇഷ്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ IT ബൂം അവർ കണ്ടിട്ടുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ക്രൈസിസ് 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു സോഷ്യൽ ചേഞ്ചസ് കണ്ട ആൾക്കാർ തന്നെയാണ് ഈ ജനറേഷൻ. ഇപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് ആൻഡ് അവരുടെ ചാലഞ്ചസ് അവർ ട്രൈ ടു, ഞാൻ പറഞ്ഞല്ലോ അഗെയിൻ ഹെൽത്ത് കോൺഷ്യസ് ആകാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അഗെയിൻ അവരൊരു ഡിലമയിലാണ്. പാർട്ട്ണർഷിപ്പ് ഈവൻ കല്യാണം കഴിച്ച് കഴിഞ്ഞാലും കുട്ടികളുണ്ടായി കഴിഞ്ഞാലും അവർക്ക് ഹെൽത്ത് നോക്കണം, ഫാമിലിയും നോക്കണം, കുട്ടികളെ നോക്കണം, എല്ലാം കൂടെ. അതായത് നമ്മുടെ തൊട്ട് മുൻപത്തെ ജനറേഷനിൽ നിന്ന് കിട്ടിയ കുറേ ഇൻഫർമേഷൻ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് കുട്ടികൾ ഭാവി എന്താവും എന്നൊക്കെ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കും കുറച്ച് എൻജോയ് ചെയ്യണമെന്നുണ്ട്. ട്രാവലിംഗ് കൂടുതലായിട്ട് പെരുകിക്കുന്നത് ഈ പറയുന്ന മില്ലേനിയൽസിൻ്റെ ഇടയിലാണ്. മില്ലേനിയൽസിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്കാരാണ് ജെൻസി ജനറേഷൻ. അതായത് 12 മുതൽ 27 വയസ്സ് വരെയുള്ള ആൾക്കാർ. ഇവരാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ്. ബിക്കോസ് ഓഫ് കോഴ്സ് അവർ ഭയങ്കര ഈ ഡിജിറ്റൽ മീഡിയയിൽ നല്ലോണം, സോഷ്യൽ മീഡിയയിൽ നല്ലോണം തിളങ്ങി നിൽക്കുന്നത് ഇവർ തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ മില്ലേനിയൽസും ജനറേഷൻ Z ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ. കാരണം നമ്മൾ ഈ അമ്മാവന്മാരായി പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ പിള്ളേരെ കാണുമ്പം നല്ല ചൊറി വരും. ഇറ്റ് ഈസ് കോമൺ, എല്ലാ ജനറേഷനിലെ സെയിം സംഭവം തന്നെയാണ്. നമ്മൾക്കെന്തൊക്കെയോ മിസ്സായ പോലെ ഇവരെ കാണുന്ന സമയത്ത് ഇവർക്ക് കോളേജിലും സ്കൂളിലൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും നെക്സ്റ്റ് ലെവൽ എത്താനും ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റീസ് കാണുന്നത് പോലെ. സോ ഇതിൽ കുറേ നല്ല രീതിയിൽ അരിശം കൊണ്ടുകൊടുക്കുന്ന ആൾക്കാരാണ് മില്ലേനിയൽസ്. എഗെയിൻ ഇതൊക്കെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ നമ്മുടെ ഈ ഒരു ഏജിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ താഴെയുള്ള ആൾക്കാരെ നോക്കുന്ന സമയത്ത് കാണുന്ന കുറേ കാര്യങ്ങൾ, അവർക്ക് ഇടുന്ന എക്സ്പോഷർ, നമുക്ക് കിട്ടാത്ത എക്സ്പോഷർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറ്റ്സ് ഗോയിങ് ഓൺ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ ഹോൾ ഐഡിയ ഈസ് മൈൻഡ് സെറ്റ് ജനറേഷൻ. നമുക്ക് ഈ ജനറേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെയിം തിങ് റിപ്പീറ്റിംഗ്. നമ്മുടെ തൊട്ട് മുൻപുള്ള ആൾക്കാർ നമ്മളെ കണ്ട സമയത്തും, അതായത് ഞാനൊക്കെ ഒരു 14 വയസ്സായ സമയത്ത് എൻ്റെ ആ കാലഘട്ടത്തിൽ 25-30 വയസ്സിന് മേലുള്ള ആൾക്കാരൊക്കെ നമ്മളെ കണ്ടിരുന്നത് നമ്മളെന്തോ ഭയങ്കര ലക്കിയുള്ള ആൾക്കാരാണ്. ദ സെയിം തിങ് ഹാപ്പൻസ് ജനറേഷൻ ബാക്ക്. എല്ലാ ജനറേഷനും പുറകെയും ഈ പറയുന്ന രീതിയിൽ ആൾക്കാർ അറിയാം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മൾ മൈൻഡ് സെറ്റ് നീഡ് ടു ബി ഇംപ്രൂവ്ഡ്, മൈൻഡ് സെറ്റ് നീഡ് ടു ബി ഓർഗനൈസ്ഡ് ഇൻ ടേംസ് ഓഫ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഈ ജനറേഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദ ഹോൾ കോൺസെപ്റ്റ് ഈസ് ഹെൽത്ത്, ഗെറ്റിംഗ് ഹെൽത്തി ആൻഡ് ഫിറ്റ്. ഓക്കെ, ഈ ഒരു ജനറേഷൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അവരുടെ ഹൈ എക്സ്പോഷർ ഓഫ് ഡിജിറ്റൽ ഡിവൈസിൽ ഹൈ എക്സ്പോഷേഴ്സാണ്. പൊതുവേ നല്ല രീതിയിൽ പോസ്റ്റർ തീരെ കോലം കെട്ട രീതിയിലാണ് ഇന്നത്തെ ജനറേഷൻ ഞാൻ കാണാൻ കഴിയും. ഫിറ്റ്നസ്സിനോട് താല്പര്യമുണ്ടോ എന്ന് വെച്ചാൽ താല്പര്യമുണ്ട്, പക്ഷേ അവർക്കെല്ലാം വളരെ ക്വിക്കായിട്ട് കിട്ടണം. ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ മോഡ്. ദാറ്റ് മീൻസ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ മില്ലേനിയൽസ് ആണെങ്കിൽ, അതായത് എന്നെ പോലത്തെ ആൾക്കാർ 28 to 42 ആ ഏജിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ലോങ് ഫോം വീഡിയോസ് ഇരുന്ന് കാണാനുള്ള ക്ഷമ ഉണ്ട്. പക്ഷേ ഈ ജനറേഷൻ Z എന്ന് പറയുന്ന ആൾക്കാർ, അതായത് ഈ പറയുന്ന 14 മുതൽ 27 വയസ്സുള്ള ആ ജനറേഷന്
അവർക്ക് ഉള്ള അറ്റൻഷൻ സ്പാൻ ശരിക്കും പറഞ്ഞാൽ 30 seconds ആണ്. ഈ ജനറേഷൻ സി കഴിഞ്ഞിട്ട് ഉള്ള ആൾക്കാർ ജനറേഷൻ സി അല്ല ജനറേഷൻ സിയിൽ 30 seconds അതുപോലെ തന്നെ 5 seconds അറ്റൻഷൻ സ്പാൻ ആണ്. അതാണ് അന്നേരം നമ്മൾ ടിക്ടോക്ക് റീൽസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിൽ വളരെയധികം പോപ്പുലർ ആകാൻ കാരണം ഈ ജനറേഷനിലുള്ള കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശം എല്ലാം വളരെ പെട്ടെന്ന് കിട്ടണം. അൺറിയലിസ്റ്റിക് ആയ രീതിയിലുള്ള ഇൻഫർമേഷനാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എല്ലാം പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഹെൽത്തി ആയ രീതിയിലായിക്കോട്ടെ, ഫിറ്റ്നസ് ആയിക്കോട്ടെ, പെട്ടെന്ന് മസിൽ വെക്കുന്നത്, പെട്ടെന്ന് രീതിയിൽ ഫേസ് വെളുത്തു വരുന്നത്, ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് കുറച്ച് കൂടുതൽ എന്തൊക്കെ പെട്ടെന്ന് കിട്ടണോ അതൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉള്ള കാരണത്തിൽ അവർക്ക് അതേ സംഭവം കിട്ടാൻ വേണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ജനറേഷൻ ജെൻസി. സോ അഗെയിൻ ഒരു സെർട്ടൻ ഏജ് എത്തുന്ന സമയത്ത് അവർ മെച്ചുവേർഡ് ആവും. ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വാസ് ഓൾ ഫേക്ക് ബിക്കോസ് ഇറ്റ് ജസ്റ്റ് ദ ഇൻഫർമേഷൻ ബൊംബാർഡ്മെൻറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ദേ കൺഫ്യൂസ്ഡ് അപ്പോൾ എൻ്റെ ജനറേഷനിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഇൻഫർമേഷൻ ഇല്ലായിരുന്നു. കുറച്ച് മെച്ചുവർ ആയതിനു ശേഷമാണ് ഈ പറഞ്ഞ ഇൻഫർമേഷനൊക്കെ വന്നത്. സോ അതിൽ ഹുക്ഡായി നിൽക്കുന്നത് കുറച്ച് കുറഞ്ഞുണ്ട് കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞ ജനറേഷൻ സി വെച്ച് നോക്കുകയാണെങ്കിൽ. ഇനി ഒരു 6ാമത് ജനറേഷനാണ് നമ്മുടെ ജനറേഷൻ ആൽഫ, വിച്ച് ഇസ് 2013 ശേഷം ജനിച്ച കുട്ടികൾ. അതായത് ഏകദേശം 11 വയസ്സ് വരെയുള്ള എത്തി നിൽക്കുന്ന കുട്ടികൾ. ഇവരോടാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഹൊറിബിളായ ലൈഫ് സ്റ്റൈൽ വരാൻ പോകുന്നത്. ഒരു പുതിയ എന്തെങ്കിലും ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്തിൽ എന്തെങ്കിലും റെവല്യൂഷൻ വരുന്നത് വരെ, എന്തെങ്കിലും മാജിക് പിൽ ക്യാൻ പെട്ടെന്ന് നിങ്ങളുടെ ഫാറ്റൊക്കെ ലൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മിറക്കിൾ ഡ്രഗ് വരുന്നത് വരെ ഇവരുടെ കാര്യം കുറച്ച് നിയന്ത്രിക്കാൻ കുറച്ച് പണിയായിരിക്കും. വൺ ഓഫ് ദ റീസൺ ഈസ് അഗെയിൻ ഇവരെ നോക്കുന്ന പാരൻസിൻ്റെ കാര്യം തന്നെ കഷ്ടപ്പാടാണ്. ഇവരെ നോക്കുന്ന പാരൻസ് ഈ എന്നെ പോലത്തെ ആൾക്കാരാണ്, മില്ലേനിയൽസാണ്, കൺഫ്യൂസ്ഡ്, അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മേൽ ലൈഫ് സ്റ്റൈൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പല മോഹങ്ങളും ആഗ്രഹങ്ങളും വെറുതെ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണം. അതുകൊണ്ട് എല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിൽ നിൽക്കുന്ന ഒരു ലെവലിലാണ് ഈ പറയുന്ന കുഞ്ഞുങ്ങൾ ജനിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് അവരുടേക്കുള്ള അറ്റൻഷൻ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ കാരണം. നമ്മൾ ഹുക്ഡാണ്, അതുപോലെ തന്നെ കുട്ടികളും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഹുക്ഡാണ്. സോ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം വളരെയധികം അനിവാര്യമായി നിൽക്കുന്ന ഒരു റേഞ്ചിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന 6 ജനറേഷൻസും നിൽക്കുന്നത്. സോ മൈ ഹോൾ പോയിന്റ് ഓഫ് ദിസ് ഫേസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ജെയിംസ് ക്ലിയറിൻ്റെ ഈ ബുക്കും ഈ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റും എല്ലാം മുന്നോട്ട് കൊണ്ടുവന്നത് എങ്ങനെ നമ്മൾ മൈൻഡ് സെറ്റിനെ ആദ്യം ഓർഗനൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ തോട്ട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വേർഡ്സ്, നമ്മൾ പറയുന്ന വാക്കുകളിലേക്ക് വരുന്നത്. ഇത് വാക്കുകളാണ് ഈ പറയുന്ന നമ്മുടെ പ്രവൃത്തികളായി വരുന്നത്. ആൻഡ് ദാറ്റ്സ് വാട്ട് ഹൂ വി ആർ. തോട്ട്സ് ബിക്കം ആക്ഷൻസ്, തോട്ട്സ് ബിക്കം വേർഡ്സ്, വേർഡ്സ് ബിക്കം ആക്ഷൻസ്, ആൻഡ് ആക്ഷൻ ഇസ് വാട്ട് യു ആർ ആൻഡ് മീ. സോ ഫിറ്റ് ആവണമെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം, നല്ല രീതിയിൽ കിടന്നുറങ്ങണം, നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരണം. ഇതെല്ലാവർക്കും അറിയാം. ദാറ്റ്സ് നോട്ട് ദ പ്രോബ്ലം. ഫിറ്റ്നസ് പ്രോഗ്രാംസ് ഉണ്ട്, ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്, ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ന്യൂട്രീഷൻ പ്ലാൻസ് ഉണ്ട്. ഇതെല്ലാവർക്കും അറിയാം, എല്ലായിടത്തും ഉണ്ട് സംഭവം. എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല, ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല? ബിക്കോസ് ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ, വെരി ലെസ് ഡിറക്ഷൻ. ഇൻഫർമേഷൻ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പഠിക്കണം. ഫോർ എക്സാമ്പിൾ, മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം എന്താണ് ശരിക്കും? മോട്ടിവേഷൻ ഈസ് ആക്ച്വലി ഓപ്പോസിറ്റ് ഓഫ് ഡിപ്രിവേഷൻ. 2 ദിവസം നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ യു വിൽ ബി വെരി മോട്ടിവേറ്റഡ് ടു ഈറ്റ് ഫുഡ്. അതുപോലെ തന്നെ 2 ദിവസങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ, 2 ദിവസം കൂടി 1 ദിവസം തന്നെ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ യു വിൽ ബി വെരി മോട്ടിവേറ്റഡ്, വെള്ളം കുടിക്കാനായിട്ട് മോട്ടിവേറ്റഡ് ഇരിക്കും. നമ്മൾ സർവൈവൽ ബയസ് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ബി വെരി മോട്ടിവേറ്റഡ് ആയിരിക്കും. നമുക്കൊരു കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ, നമുക്ക് ആ സംഭവം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ. സോ എന്തുകൊണ്ട് ഇഫ് വെൻ യു ആർ അൺഫിറ്റ് ഓർ വെൻ യു ആർ ഒബീസ്, നിങ്ങൾക്ക് ആ ഒരു ഓവർ വെയ്റ്റ് ആണെങ്കിൽ വൈ ആർ യു നോട്ട് മോട്ടിവേറ്റഡ് ടു ഗെറ്റ് ഫിറ്റ്? എന്തുകൊണ്ട് നിങ്ങൾ ഫിറ്റ് ആവാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ വരുന്നില്ല? ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു സംഭവം നിങ്ങൾ കേട്ട സമയത്തെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ എന്തോ ഒരു പെസകുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നില്ല? നിങ്ങൾ മോട്ടിവേഷൻ റിഫൈൻ ചെയ്യുന്നത് നിങ്ങളെന്ന് പറയുന്നത് എല്ലാവരുമാണ്, ഇൻക്ലൂഡിങ് മീ ആസ് വെൽ. നമ്മൾ നോർമലൈസ് ആയ ഒരു സൊസൈറ്റിയിലുള്ളത്, എല്ലാ സംഭവങ്ങളും വളരെയധികം നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് അടുത്തൊരു വ്യക്തിയാണ്. വി കമ്പയറിങ് ആർ സെൽഫ് വിത്ത് അതർ പേഴ്സൺ. അവൻ ഓക്കെ അല്ല, അപ്പം ഞാനെന്തിനാ, അവൻ ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞാൻ ചെയ്യണ്ടല്ലോ. അപ്പോൾ ആ ഒരു റെഫറൻസ് പോയിന്റ് വെച്ച് നോക്കുന്നത് കൊണ്ടാണ് അധികം ആൾക്കാർക്കും
അവർ ഉദ്ദേശിക്കുന്ന ഒരു ഹെൽത്തിയായ റേഞ്ചിലേക്ക് എത്താൻ കഴിയാത്തത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നിങ്ങൾ വേറൊരാളെ വെച്ച് കമ്പയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കമ്പയർ ചെയ്യണം. നിങ്ങളുടെ ഇന്നലകളെ വെച്ച് കമ്പയർ ചെയ്യണം. ആ രീതിയിൽ കമ്പയർ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നതാണ് സെൽഫ് ഡയഗ്നോസിസ്. നിങ്ങളുടെ വേർഡ്സ്, നിങ്ങളുടെ ഇമോഷൻസിനൊക്കെ സെൽഫ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. 4000 വർഷങ്ങൾക്ക് മുൻപ് ഒരു കവി എഴുതിയൊരു കവിതയാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം പാർലമെൻറ്റിൽ വെച്ചിട്ട് ഇത് ഒരു തവണ കവിത പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലോകം നന്നാവണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നന്നാവുക. നിങ്ങൾ നന്നായാൽ നിങ്ങളുടെ കുടുംബം നന്നാവും. നിങ്ങളുടെ കുടുംബം നന്നായാൽ നിങ്ങളുടെ വില്ലേജ് നന്നാവും. നിങ്ങളുടെ ഗ്രാമം നന്നാവും. നിങ്ങളുടെ ഗ്രാമം നന്നായാൽ നിങ്ങളുടെ സ്റ്റേറ്റ് നന്നാവും. സ്റ്റേറ്റ് നന്നായി കഴിഞ്ഞാൽ നിങ്ങളുടെ നേഷൻ, പിന്നെ നേഷൻ നന്നായി കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യം നന്നായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കോണ്ടിനെൻറ്റ്സ് ആൻഡ് ദ ഹോൾ വേൾഡ്, എല്ലാ ലോകങ്ങളും ശരിയാവുന്നത്. ഇത് ഞാൻ ചുരുക്കി പറഞ്ഞാണ്. അന്നത്തെ 4000 വർഷം മുന്നേ ഈ കോണ്ടിനെൻറ്റ് സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റ് ഉണ്ടോ എന്നറിയില്ല. പക്ഷേ സ്റ്റിൽ ദ ഹോൾ പോയിന്റ് ഈസ് ഈ രീതിയിലവർ, അതായത് എല്ലാം ഉത്ഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. സോ എങ്ങനെ നമുക്ക് ഈ പറയുന്ന ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയ നമ്മുടെ ഈ തോട്ട്സിനെ നമ്മൾ റീഫ്രെയിം ചെയ്യുന്ന സമയത്ത് വി വിൽ ബിക്കം മോട്ടിവേറ്റഡ്. വി ഹാവ് ടു ഗെറ്റ് ഡിസിപ്ലിൻ. മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം ഒരു ഡിസിപ്ലിൻ മോഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ പറയുന്ന തോട്ട്സിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്ന ബുക്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ബുക്ക് വായിക്കുന്നത്? 2 രീതിയിൽ ആൾക്കാർ ഞങ്ങളുണ്ട്. ബുക്ക് വായിച്ചിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ട് അതിൽ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ബുക്കുകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ വളരെയധികം സക്സസ്ഫുൾ ആയ ആൾക്കാരുണ്ട്. അവരും ചെയ്യുന്നതും ഈ ബുക്ക് വായിച്ചിടുന്നതും രണ്ടും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ബുക്കുകൾ വായിച്ചിടുന്ന ഇൻഫർമേഷൻ അവർ മാക്സിമം ഫെയിലിയേഴ്സിനെ ഒഴിവാക്കാൻ കഴിയും. കാരണം ഒരു വ്യക്തി അവൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ട് ചെയ്യുന്ന സംഭവമാണ് ഈ പറയുന്നൊരു ബുക്ക് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ഒരു ഹ്യൂമൻ എറ, ഒരു മനുഷ്യൻ്റെ ഫുൾ ജീവിതം ത്യജിച്ചാണ് ഒരു ബുക്കിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുന്നത്. അപ്പോൾ ആ ബുക്ക് നമ്മളൊരു 5-6 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ടോ വായിച്ച് തീർത്ത് കഴിഞ്ഞാൽ ഒരു ജനറേഷൻ ലൈഫ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ആ രീതിയിലായിരിക്കും നമ്മൾ ബുക്കിനെ കാണുന്നത്. സോ ഒരു ബുക്ക് ഒരു തവണ വായിക്കില്ല, 3-4 തവണ വായിച്ചു കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് സാധാരണ രീതിയിൽ ചില ഇൻഫർമേഷൻ കറക്റ്റായ രീതിയിൽ ക്ലിക്കാവും. ആ ഒരു ചെറിയ ഒറ്റ ഇൻഫർമേഷനാണ് ലൈഫൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. ഇലോൺ മസ്ക് 12ാമത്തെ വയസ്സിലെങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വന്നത്. വിച്ച് മീൻസ് ലൈക്ക് താൻ ആരാണ്, താൻ എന്തിനാണ് ഇവിടെ ഈ ലോകത്ത് വന്നിരിക്കുന്നത്, എന്താണ് റിലീജിയൻ, എന്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല ക്വസ്റ്റ്യൻസ് വന്ന് പുള്ളിക്കാരൻ തന്നെ ഹി ലോസ്റ്റ് ഹിംസെൽഫ്. അപ്പോൾ അവിടെ വന്നിട്ട് ഹി വാസ് എ ബുക്ക് വേം. ഒരു ലൈബ്രറി പോയിട്ട് അവൻ ആ കാലഘട്ടത്തിൽ ഇലോൺ മസ്ക് കുറേ ബുക്കുകൾ വായിക്കുകയായിരുന്നു. ഈ ബുക്കുകൾ വായിക്കുന്നത് മാത്രമല്ല, ഇദ്ദേഹം എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. കാരണം ലൈഫ് ഒരു കൈൻഡ് ഓഫ് അന്ന് ആ ഇലോൺ മസ്ക് ഡിപ്രഷനിൽ കൂടി പോവുകയാണോ എന്ന സംഭവം പോലും പുള്ളിക്ക് അറിയില്ല. പക്ഷേ ഏതൊരു ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും ബുക്കുകൾ കുറേ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി ആ കാലഘട്ടത്തിൽ. അന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് പുള്ളി ഏതൊക്കെയൊരു ഒരു ഗെയിമൊക്കെ ഡെവലപ്പ് ചെയ്ത് കോഡിങ്ങിലൂടെ. അതത്രയും ഇറ്റ്സ് നോട്ട് ബ്രില്യൻസ്, ഇറ്റ്സ് ജസ്റ്റ് ഒബ്സെസ്ഡ്. ആ കാലഘട്ടത്തിൽ ഒരു ക്രൈസിസ്, ആ ഒരു മെൻ്റൽ ക്രൈസിസ് ഉണ്ടായി. ദെൻ ഹി വാസ് ഒബ്സെസ്ഡ് അബൌട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷന് വേണ്ടി പരതി നടക്കുന്ന സമയത്ത് ഹി ലേൺഡ് എ ലോട്ട്. സോ ആ ലേൺഡ് എ ബൈ പ്രൊഡക്റ്റ് ആണ് ഹൂ ഹീ ഈസ് റൈറ്റ് നൗ. സോ അവിടെ നടന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പല ബുക്കുകളും വായിച്ചു, പല ഫിലോസഫേഴ്സിൻ്റെ ബുക്കുകൾ വരെ പുള്ളി അന്ന് വായിച്ചു, പല റിലീജിയസ് ബുക്കും വായിച്ചു. അതിൽ ഹിച്ച് ഹൈക്കിംഗ് ഗൈഡ് ടു ഗാലക്സി എന്ന് പറയുന്നൊരു ബുക്കിൽ വായിച്ചൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻ്റ് ആണ് പുള്ളി ലൈഫ് തന്നെ മാറ്റിമറിച്ചത്. The universe is the answer and we should know the right question to ask. എന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം നമ്മൾ തന്നെയാണ് ഈ പറയുന്ന ഉത്തരം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏതാണ് നമ്മൾ ചോദിക്കേണ്ട റൈറ്റ് ചോദ്യം, എന്ത് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്, അതാണ് ലൈഫിൻ്റെ തുടക്കം. സോ ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മുകളിലാണ് ഈ പുള്ളി ഇലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി ഇലോൺ മസ്ക് ആയത് തന്നെ. എല്ലാ സക്സസ്ഫുൾ ആൾക്കാരുടെ ലൈഫിലും ഇതുപോലത്തെ ഒരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതൊരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ചെറിയൊരു ഇൻഫർമേഷൻ മോളാണ്. ആ ഇൻഫർമേഷൻ അവർ ഹിറ്റ് ചെയ്യുന്ന വരെ അവർ അതിനെ തേടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സോ എൻ്റെ ലൈഫിലും ഇതുപോലെ തന്നെ പല രീതിയിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ 2 തവണ നാഷണൽ ചാമ്പ്യൻഷിപ്പ് MMA നേടിയതും അതുപോലെ തന്നെ എൻ്റെ സ്കിന്നിയായ ഫ്രെയിമിൽ നിന്ന് ഞാൻ ഈ ഫിസിക്സ് എത്തിയതൊക്കെ പലതരത്തിലുള്ള ഇൻഫർമേഷൻ്റെ ഒരു അമാൽഗമേഷൻ അവിടെ നിന്ന് കിട്ടിയിട്ടാണ് ഈ ലെവലിൽ എത്തിയത്. സോ എൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എനിക്കിതുവരെ ഉണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ എനിക്ക് ഒരാളെ ഹെൽത്തി ആക്കാനും ഫിറ്റ് ആക്കാനും പറ്റുന്ന ഒരു എക്സ്പെർട്ടീസ് വന്നതുകൊണ്ട്, അതിനോടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്, അതിനോടുള്ള എംപതി ഉള്ളതുകൊണ്ട് ഐ ഹാവ് ടു ഗീവ് സംതിങ് ബാക്ക് ടു ദ സൊസൈറ്റി.
ആ ഒരു ഓർമ്മ വന്നതിന് ശേഷമാണ്, ആ ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു പോഡ്കാസ്റ്റ്, ഒരു യൂട്യൂബ് ചാനൽ, ഓൾ സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ്സ് കിട്ടുന്നത്. സോ മൈ ഹോൾ ഐഡിയ ഈസ് ലീവ് എ ലെഗസി. ഞാൻ ഇലോൺ മസ്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബുക്ക്, അതുപോലെ തന്നെ അടുത്ത് വരാൻ പോകുന്ന 4 ബുക്കുകളൊക്കെ എന്നെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് ബുക്കുകളാണ്. കാരണം ഞാൻ ഈ ലോകത്തിനെ കാണുന്നത് അഗെയിൻ ദ സെയിം വേ പുള്ളി പറഞ്ഞ പോലെ തന്നെ പല സക്സസ്ഫുൾ ആൾക്കാരും ഈ ലോകത്തിനെ കണ്ടതും അതുകൂടിയാണ് അവർക്ക് കിട്ടിയ ഒരു എൻലൈറ്റ്മെൻറ്റ്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സക്സസ് ആയിക്കോട്ടെ, ഏതൊരു കാര്യമായിക്കോട്ടെ, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ അറിയണമെങ്കിൽ നമുക്ക് വി ഷുഡ് നോ ദ സയൻസ് ബിഹൈൻഡ് ഇറ്റ്. ഈ സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്ന സംഭവം ഇറ്റ്സ് ദ ലാംഗ്വേജ് ഓഫ് മിസ്റ്റിസിസം, അത്ഭുതങ്ങളുടെ ഭാഷ എന്ന് പറയും. ഏതെങ്കിലും ഒരു കാര്യം അറിയില്ലെങ്കിൽ ആ അറിയാത്ത കാര്യത്തിന് ഡിഫൈൻ ചെയ്യുക, സയൻറ്റിഫിക്കായി ഡിഫൈൻ ചെയ്യുക. ഏത് കാര്യവും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ഹെൽത്തി ആവണമെങ്കിൽ അവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെ രീതിയിലാണ്, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ വർക്കൗട്ട് ചെയ്യണം, ഏത് വ്യക്തി ഏത് രീതിയിൽ കിടന്നുറങ്ങണം, എത്ര മണിക്കൂർ കിടന്നുറങ്ങിക്കഴിഞ്ഞാലാണ് ആ പുള്ളിക്ക് റിക്കവർ ആവുക, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ ഇഞ്ചുറീസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ പല രീതിയിൽ ഡീറ്റെയിൽഡ് ആയ സംഭവങ്ങൾ എല്ലാ സ്ഥലത്തുണ്ട്. സോ കമ്മിങ് ബാക്ക് ടു ദ സെയിം പോയിന്റ് വിച്ച് ഈസ് സയൻസ്. അതുപോലെ തന്നെ രണ്ടാമതൊരു സംഭവമാണ് ഗെയിം തിയറി, വിച്ച് മീൻസ് നമ്മുടെ ലൈഫിനെ ഒരു ഗെയിമായിട്ട് കരുതുക. ദെൻ ഗെയിമിൽ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മുടെ ഗെയിമിൽ ആ ഒരു ഗെയിം തോറ്റു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീസെറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും കളിക്കാൻ പറ്റും. സോ ആ ഒരു ഇൻറ്റൻഷൻ, ആ ഒരു കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് വീഡിയോ ഗെയിമിലുണ്ട്. പക്ഷേ നമ്മൾ ലൈഫിനോട് നമുക്ക് തരില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ നമ്മളെ വീഡിയോ ഗെയിമിൽ നമ്മൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി റീസെറ്റ് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റൻ്റ് നമുക്ക് കളിക്കാൻ പറ്റും, വീണ്ടും നമുക്ക് ആ പറയുന്ന രീതിയിൽ ഒരു മോട്ടിവേഷനും ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ലൈഫിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള എങ്ങനെ നമുക്ക് റീഗ്രൂപ്പ് ചെയ്ത് അതിനെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ള സൊല്യൂഷന് പകരം അതിനെ അന്വേഷിക്കാതെ ഇറങ്ങാതെ നമ്മൾ എന്താണോ തോറ്റുപോയത് പിന്നെ അവിടെ നിന്ന് പോകും. ആ സമയത്ത് നമ്മളെ വർഷങ്ങളാണ് പോകുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും നമുക്കൊരു ഓർമ്മ വന്നിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ ലൈഫ് എന്ന് പറയുന്ന ഗെയിമിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ പ്ലേ ചെയ്യാൻ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളതിൽ തോറ്റുപോകും. അത് തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അഗെയിൻ ദ ഹോൾ ഐഡിയ ഇസ് ലൈക്ക് കീപ് പ്ലേയിങ് ദ ഗെയിം ഓഫ് ലൈഫ്. തോറ്റു കഴിഞ്ഞാലും വീണ്ടും എത്രയും പെട്ടെന്ന് റീസെറ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഫീഡ്ബാക്ക് എടുത്ത് നമുക്ക് റീസെറ്റ് ചെയ്യുക. ആ ഫീഡ്ബാക്ക് കിട്ടാൻ നമുക്ക് അതിന് വേണ്ടി നോളജ് വേണം. ആ നോളജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായ രീതിയിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഗെയിം തിയറി എന്ന് പറയുന്നത്. സോ ഫോർ മീ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത സംഭവമാണ് സയൻസ് എന്ന് പറയുന്നത്. ഗെയിം തിയറിയിൽ ഏതൊരു കാര്യത്തിനും സയൻറ്റിഫിക് ആയ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഇറ്റ്സ് ലൈക്ക് ഗെയിം. ഈ രണ്ട് രീതിയിൽ നമ്മൾ ലൈഫിനെ കണ്ടു കഴിഞ്ഞാൽ ഡൈസെക്ട് ചെയ്യാൻ പഠിക്കാൻ, അതുപോലെ ഈ രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഈസിയർ ഫോർ ലീവ്. ഏതൊരു കാര്യത്തിൽ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും. ദെൻ ഇറ്റ്സ് ഈസി. സോ ദ ഹോൾ ഐഡിയ അബൌട്ട് ലൈക്ക് മേക്ക് ലൈഫ് ഈസിയർ. അതാണ് ശരി. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സയൻറ്റിഫിക്കായ റെവല്യൂഷന് ശേഷം എന്തോ കാര്യങ്ങൾ ഈസി ആയിട്ടുണ്ട് ലൈഫിൽ. കഴിക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ, ഡിജിറ്റൽ മീഡിയാസ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, ഹെൽത്തിൻ്റെ പ്രോഗ്രഷൻ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ, ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്സ് ബിക്കോസ് സയൻസ് ഹെൽപ്ഡ് ഇറ്റ്. പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പല രീതിയിലുള്ള കാര്യങ്ങളും ഡിസ്കവറീസ് നടന്നത്. സോ ഇൻവെൻഷൻസ് നടന്നത്. സോ ദ ഹോൾ ഐഡിയ ഈസ് ഫോർ മീ എന്നെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൂടിയാണ്. സോ എനിവേസ് വി ആർ സ്റ്റാർട്ടിങ് ദ ആറ്റമിക് ഹാബിറ്റ്സ് ഓഫ് ജെയിംസ് ക്ലിയറിൻ്റെ ആറ്റമിക് ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണേ. സോ ഇതിൽ എനിക്ക് ഓരോ 7 ഡേയ്സിലുള്ള ഈ ഒരു ബുക്ക് തീർക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് സംഭവം തുടങ്ങിയത്. വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പോകാനും ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് എത്തിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ അഗെയിൻ ലേൺ ദ സയൻസ് ബിഹൈൻഡ് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിൽ എങ്ങനെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന് ആ കറക്റ്റ് നോളജ് കിട്ടി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം ഈസി ഫോർ യു. സോ ഈ ജെയിംസ് ക്ലിയർ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു ഭയങ്കര ഒരു ഇഞ്ചുറി വരുന്നതാണ്. ഈ സോഫ്റ്റ് ബോൾ, ഈ പറയുന്ന നമ്മുടെ ബേസ്ബോൾ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ക്രിക്കറ്റുള്ള കളിയും ബേസ്ബോൾ ഗെയിംസിൽ ആ ബാറ്റ് സ്ലിപ്പായിട്ട് ക്ലാസ്മേറ്റിനടുത്ത് ഈ ബാറ്റ് സ്ലിപ്പായിട്ട് അതുകൊണ്ട് തന്നെ തലക്കടിക്കുകയും അത് കാരണം ഐസ് സോക്കറ്റ് പൊട്ടിപ്പോവുകയും മൂക്ക് പൊട്ടിപ്പോവുകയും ഭയങ്കര ഒരു ബ്രെയിൻ ഡാമേജ് വരികയും ചെയ്യുകയും എക്സ്ട്രീംലി ക്രിട്ടിക്കലായ സിറ്റുവേഷനിൽ പുള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പിന്നെ അവിടെ നിന്നിട്ട് ഈവൻ കോൺഷ്യസ്നെസ് വരെ പോയി. പുള്ളിക്കാരൻ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു, ഫുൾ കോമ സ്റ്റേജിൽ വരെ പോയി. അവിടുന്ന് 8 മാസം എടുത്തിട്ടാണ് പുള്ളിക്കാരന് ഒരു ബാക്ക് ടു നോർമലായത്. അപ്പോൾ ഈ 8 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ്ലി ആ ഒരു തൻ്റെ ആഗ്രഹമായിരുന്നു ബേസ്ബോളിൽ തന്നെ അമേരിക്കന് എന്താ പറയുക ഏറ്റവും ടോപ്പ് ലെവലിൽ പ്ലെയറൊക്കെ ആവാമെന്നൊക്കെ. പക്ഷേ അത് നടക്കാതാവുകയും
അതിനുശേഷം പിന്നീട് ജെയിംസ് ക്ലിയറിനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്ന രീതിയിൽ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ബുദ്ധിമുട്ടുകളും കാരണങ്ങളായിട്ട് പുള്ളി ഭയങ്കര ഒരു ഡിപ്രഷൻ കൈൻഡ് ഓഫ് ഒരു ഫീലിലേക്ക് എത്തുകയും പിന്നെ എന്താണ് ചെയ്യണമെന്ന് അറിയാത്തൊരു ലെവലിലേക്ക് എത്തുകയും ചെയ്തു. കാരണം അത്രയും കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ എത്താൻ പറ്റുന്നൊരു അത്രയും ആഗ്രഹിച്ച സംഭവം കിട്ടാതാവുന്ന ലെവലിലേക്ക് ഇവർ എത്തിയപ്പോൾ അവൻ കാറിൽ പോയിരുന്ന് കരയായിരുന്നു എല്ലാ ദിവസവും. അപ്പം ജെയിംസ് ക്ലിയറിന് ഈ ഒരു ചെറുപ്പകാലം ഇതാണ് പുള്ളിയുടെ ബാക്ക് സ്റ്റോറി. അപ്പോൾ അവിടെ നിന്നിട്ട് ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന നെക്സ്റ്റ് ലെവലിലേക്ക് അങ്ങനെ എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളി ചെയ്തത് എങ്ങനെ എനിക്ക് എത്താൻ പറ്റും, അപ്പോൾ അതിന് ചെയ്തത് ലൈഫിൽ ആ പുള്ളിയുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഡൈസെക്റ്റ് ചെയ്ത് ഏറ്റവും എഫിഷ്യൻ്റ് ആയ രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തു. തൻ്റെ കൂട്ടുകാരെ കിടന്നുറങ്ങുന്ന സമയത്ത്, രാത്രി ഇരുന്നിട്ട് ഗെയിം കളിക്കുന്ന സമയത്തും അതുപോലെ തന്നെ പാർട്ടി ചെയ്യുന്ന സമയത്തും പുള്ളി നേരത്തെ എല്ലാ ഒരു ബെഡ് ടൈം റൂട്ടീൻ ഉണ്ടാക്കി കറക്റ്റായ നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും എന്താ പറയുക എല്ലാ കാര്യങ്ങളും അച്ചടക്കത്തോടെ ചെയ്യാൻ തുടങ്ങി. എല്ലാത്തിനും ഒരു ഹാബിറ്റ് കൊണ്ടുവന്നു. പഠിക്കുന്ന കാര്യത്തിൽ തന്നെ ഹാബിറ്റ് കൊണ്ടുവന്നു, ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ ഹാബിറ്റ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഡെസ്ക് ക്ലീൻലിനെസ്, അതായത് റൂമൊക്കെ എപ്പോഴും ക്ലീനായി നിൽക്കുക, അതിലൊക്കെ ഒരു ഹാബിറ്റ് കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു കാരണത്താൽ പുള്ളിക്ക് എപ്പോഴും സ്ട്രെയിറ്റ് എ കിട്ടിക്കൊണ്ടിരുന്നു ഈ പറഞ്ഞ അക്കാദമിക്കിലായാലും. അതുപോലെ തന്നെ ഏകദേശം 6'4" ഹൈറ്റിലുള്ള ആ സമയത്ത്, അതായത് കോളേജ് കാലഘട്ടത്തിൽ പുള്ളി ഏകദേശം 90 കിലോ വരെ, എന്താ പറയുക, ഒരു 60 കിലോ 90 കിലോ വരെ എത്തുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ ട്രാൻസ്ഫോർമേഷനെ കൊണ്ടുവരാൻ പറ്റിയത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഹാബിറ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടു, ഫിറ്റ്നസ്സിലായിക്കോട്ടെ അക്കാദമിക്കിൽ എല്ലാത്തിലും. അപ്പോൾ അത് നല്ലോണം പുള്ളി ഹെൽപ്പ് ചെയ്തു. പിന്നെ ആ ഒരു കാരണത്താൽ ഒരു സീനിയർ ലെവൽ ആയ സമയത്ത്, അതായത് ഏകദേശം 2 വർഷത്തോളം പുള്ളി വർക്കൗട്ട് ചെയ്തു. പിന്നീട് ഐ തിങ്ക് സംതിങ് ലൈക്ക് 6 ഇയേഴ്സ് 6 വർഷം ശേഷം, ഈ ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം 6 വർഷം കഴിയുമ്പോഴേക്കന്നെ തൻ്റെ കോളേജിലെ ഏറ്റവും ടോപ്പ് ആത്ലീറ്റായി മാറുകയും അതുപോലെ തന്നെ പല രീതിയിൽ അവാർഡുകൾ, അമേരിക്കൻ ടോപ്പ് ടീം ഓണറബിളായ, അമേരിക്കയിൽ തന്നെ 30 പ്ലേയേഴ്സിന് കിട്ടുന്ന ഓണറബിലിറ്റി ഈ പുള്ളി കിട്ടുകയും അതുപോലെ ഏതെങ്കിലും പ്രസിഡൻഷ്യൽ മെഡൽ വരെ കിട്ടുകയും ചെയ്തു. അപ്പം പറഞ്ഞു വന്നത് ഏറ്റവും ഒരു കരിയർ എൻഡിങ് സിവിയർ എക്സ്ട്രീം ഇഞ്ചുറീസ് നിന്ന് അവിടെ നിന്നിട്ട് ഈ ഒരു ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞത് ബിക്കോസ് ഒരു ടൈനി ഹാബിറ്റ്സിൻ്റെ മുകളിൽ പുള്ളി പിടിച്ചു നിന്നു. അത് ഇവൻച്വലി അത് ഇത്രയും ലെവലിലേക്ക് എത്തുകയും ചെയ്തു. ആ ഒരു ലെവൽ എത്തിയതിന് ശേഷം ഇറ്റ് ബിക്കം വെരി മോട്ടിവേറ്റിംഗ് ഫോർ ഹിം. സോ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം തന്നത് ഹൗ ആൻഡ് വൈ ഐ റോട്ട് ദിസ് ബുക്ക്. പുള്ളി ഈ ബുക്ക് എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 ശേഷം JamesClear.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി. അതിൽ ഈ പറയുന്ന തൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഹാബിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പബ്ലിക്കലി ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാ ആഴ്ചയിലും 2 തവണ പുള്ളി ഈ പറയുന്ന രീതിയിൽ ഹാബിറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പം ഫസ്റ്റ് തന്നെ ഈ ഒരു സംഭവം അത്രയും വാല്യുബിളായ ഇൻഫർമേഷൻ ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റത്തെ ഒറ്റയടിക്ക് തന്നെ ഒരു 1000 ഇമെയിൽ സബ്സ്ക്രൈബേഴ്സ് വന്നു. അതിനുശേഷം ഒരു 30,000 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു. 2014 ആകുമ്പോഴേക്കും ഏകദേശം 100,000 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ പുള്ളി എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ആഴ്ചയിൽ 2 തവണ ഈ കൺസിസ്റ്റൻസി വിടാതെ 2 വർഷത്തോളം കൊണ്ടുപോയതിന് ശേഷം ഐ തിങ്ക് 2012 ശേഷം 2 വർഷമായി. പിന്നെ 2015 ആകുമ്പോഴേക്കും അത് 2 ലക്ഷത്തോളം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റിൽ, അതായത് 2012-2015 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത ന്യൂസ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ പുള്ളിയുടെ ആ ഒരു വെബ്സൈറ്റും സംഭവമൊക്കെ മാറാൻ തുടങ്ങി. അപ്പം ഇത് വലിയ രീതിയിൽ ബുക്ക് പബ്ലിഷേഴ്സിനെ അട്രാക്ട് ചെയ്ത്, അപ്പോൾ അവർ പറഞ്ഞതാണ് ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു ബുക്ക് എഴുതണം. പക്ഷേ എഗെയിൻ ആ സമയത്ത് ജെയിംസ് ക്ലിയർ പല Fortune 500 കമ്പനീസിലും ഹാബിറ്റ് കോച്ചായിട്ട് സംഭവം തുടങ്ങി. ഏകദേശം മില്യൺസ് ഓഫ് ആൾക്കാർ 2018 ആകുമ്പോഴേക്കും ഈ പറയുന്ന പുള്ളിയുടെ വെബ്സൈറ്റിലേക്ക് മില്യൺസ് ഓഫ് ആൾക്കാർ മന്ത്ലി വരാൻ തുടങ്ങി. ഏകദേശം ഒരു 500,000 ആൾക്കാർ എക്സ്ട്രാ വീക്ക്ലി അതായത് 5 ലക്ഷത്തോളം ആൾക്കാർ എല്ലാ ആഴ്ചയും പുതിയ സബ്സ്ക്രൈബേഴ്സായി വരുന്ന രീതിയിൽ വരെ ആകുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ ഒരു ചെറിയ ഹാബിറ്റ് കൺസിസ്റ്റൻ്റായി ചെയ്തുകൊണ്ടാണ് ആ ഒരു ആർട്ടിക്കിൾ എല്ലാ ആഴ്ചയിലും 2 തവണ വീതം പോസ്റ്റ് ചെയ്യുന്ന രീതി കൺസിസ്റ്റൻ്റായി ചെയ്തു വന്നു. അതാണ് ഈ പറയുന്ന രീതിയിൽ സക്സസ്സിലേക്ക് എത്തിച്ചത്. അപ്പം ഈ ഒരു ബുക്ക് എഴുതുന്നതിന് മുൻപായിട്ട് പുള്ളി എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ആൾക്കാർക്കും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റാണ് അവരാക്കി മാറ്റുന്നത്. ജെയിംസ് ക്ലിയറിനെ ഇൻസ്പയർ ആക്കിയൊരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്ക് എഴുതണമെങ്കിൽ അങ്ങനെ കിട്ടിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു. വിച്ച് മീൻസ് നവാൽ രവികാന്ത് എന്ന് പറയുന്ന ഓൺട്രപ്രണർ ഇൻവെസ്റ്റർ പറഞ്ഞത്, ടു റൈറ്റ് എ ഗ്രേറ്റ് ബുക്ക് യു മസ്റ്റ് ബിക്കം ദ ബുക്ക്. ഒരു ബുക്ക് എഴുതണമെങ്കിൽ നിങ്ങൾ ആ ബുക്കായി മാറണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു പുള്ളി തൻ്റെ ഈ ഒരു ഹാബിറ്റ് ഈ ഇമെയിൽ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിനെ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ ആർട്ടിക്കിൾസ് എഴുതി പരിചയപ്പെട്ട് വന്നത്. സോ ദെൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അതിൻ്റെ ന്യൂറോ സയൻസ്, ഫിലോസഫി, സൈക്കോളജി പോലത്തെ കാര്യങ്ങളൊക്കെ പല വർഷങ്ങളായി പഠിച്ച് ജെയിംസ് ക്ലിയർ അതിൽ ഏറ്റവും വലിയൊരു എക്സ്പേർട്ടായി മാറി. സോ ഈ ജെയിംസ് ക്ലിയറിനെ നെക്സ്റ്റ് ലെവൽ എത്തിച്ചത് ഈ പറഞ്ഞ ഹാബിറ്റ് സിസ്റ്റമായിരുന്നു. അപ്പോൾ അതിനോടുണ്ടായ ഒരു എംപതി, അത് മറ്റാൾക്കാർക്ക് ഷെയർ ചെയ്യാൻ അദ്ദേഹത്തിനുണ്ടായ ആഗ്രഹം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അത് കാരണം ഉണ്ടായ ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തിന് പല രീതിയിൽ ആൾക്കാരെ നല്ല രീതിയിൽ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ സിസ്റ്റങ്ങൾ കൊണ്ടുവന്ന കാരണത്താൽ അതിലുണ്ടായ ഒരു എക്സ്പെർട്ടീസ് എല്ലാം
പുള്ളീനെ ഒരു ടോപ്പ് നോച്ച് ലെവലിലേക്ക് എത്തിക്കുകയും ചെയ്തു. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആറ്റമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിനെ മുൻപായിട്ട് പുള്ളി കൊണ്ടുവന്ന ഒരു എന്തുകൊണ്ട് ഈ ബുക്ക് ഉണ്ടാക്കി എന്നുള്ളത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വേറെ പല ബുക്ക് ഉണ്ടായിരുന്നു. അതായത് പല ബുക്കിൽ നിന്നും പല രീതിയിലുള്ള ഐഡിയാസ് പുള്ളി കടമെടുത്തിട്ടുണ്ട്. അതിലൊരു ബുക്കാണ് പവർ ഓഫ് ഹാബിറ്റ് എന്ന ചാൾസ് ഡുഹൈഗിൻ്റെ. അപ്പം അതൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ദ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫണ്ടമെന്റൽസ് വൈ ടൈനി ചേഞ്ചസ് മേക്ക് ബിഗ് ഡിഫറൻസ്. അപ്പം ഇതിനെ പറ്റിയൊരു കഥ പറയുന്നുണ്ട്. അതായത് ഈ ബ്രിട്ടീഷ് സൈക്ലിസ്റ്റിൻ്റെ ഒരു കഥയാണ്. അപ്പം ഒളിമ്പിക് ഗോൾഡ് മെഡൽ ഫസ്റ്റ് 1908 ശരിക്കും പറഞ്ഞാൽ അവസാനമായിട്ട് ഈ ബ്രിട്ടന് കിട്ടിയത്. അതിനുശേഷം 110 വർഷമായിട്ടും ഒരു സംഭവം ബ്രിട്ടീഷ് സൈക്ലിസ്റ്റിന് കിട്ടാത്ത കാരണത്താൽ അതിങ്ങനെ വല്ലാതൊരു ഒരു ബാധ്യതയായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഈവൻ യൂറോപ്പിലെ ഏറ്റവും ടോപ്പ് സൈക്കിൾ മാനുഫാക്ചറേഴ്സ് വരെ ഈ പറഞ്ഞ ബ്രിട്ടീഷ് സൈക്ലിസ്റ്റിന് സൈക്കിൾ കൊടുക്കാൻ അവർ മടിച്ചിരുന്നു. കാരണം വെച്ചാൽ അവർ ബ്രാൻഡ് നെഗറ്റീവ് ഇമേജ് വരുമെന്ന് വിചാരിച്ചു. കാരണം ഇവരെപ്പോഴും തോറ്റുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ ആ സമയത്താണ് അവർ ഒരു ഹയർ ചെയ്തൊരു കോച്ചാണ് ഡേവ് ബ്രെയിൽസ്ഫോർഡ് എന്ന ആൾ. പുള്ളിക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി എന്ന് പറയുന്നതിൽ അദ്ദേഹം ഭയങ്കര വിശ്വസിച്ചിരുന്നു. ആ ഒരു കാരണത്താൽ ദ എൻറ്റയർ തിങ് ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ ഈ പറഞ്ഞ കോച്ച് അങ്ങേര് ബിലീവ് ചെയ്തൊരു കാര്യമായിരുന്നു ദി അഗ്രിഗേഷൻ ഓഫ് മാർജിനൽ ഗെയിൻസ്. അങ്ങേരുടെ ഫിലോസഫി ആയിരുന്നു. അതായത് എ ടൈനി മാർജിൻ ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ എവറിത്തിങ് യു ഡു, ദ ഹോൾ തിങ്സ് വിൽ ചേഞ്ച്. ഏതെങ്കിലും ചെറിയ കാര്യം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ചേഞ്ചസ് ദ എൻറ്റയറിറ്റി ഓഫ് തിങ്. അപ്പോൾ ഇങ്ങനെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒളിമ്പിക് ലെവലിൽ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ സൈക്ലിസ്റ്റ് ടീമായിട്ട് മാറുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് ഏറ്റവും അവസാനത്തെ കാര്യം എടുത്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് സ്റ്റെപ്പ് ബൈ 1% എല്ലാ കാര്യത്തിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ തുടങ്ങി. അതിലൊരു കാര്യമാണ് പുള്ളി ആ പറയുന്ന സൈക്കിളിൻ്റെ എല്ലാ സീറ്റുകളുടെ കംഫർട്ടബിൾ നോക്കി, അതിൻ്റെ ടയേഴ്സിൻ്റെ മുകളിൽ ആൽക്കഹോളൊക്കെ പരട്ടി ഏതൊക്കെ രീതിയിൽ അതിനെ സ്മൂത്താക്കാൻ പറ്റും നോക്കി, ബെറ്റർ ഗ്രിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ റൈഡേഴ്സ് ഇടുന്ന ഡ്രസ്സ് ഷോർട്സ് അത് ഐഡിയൽ മസിൽ ടെമ്പറേച്ചറിലാണെന്ന് നോക്കി. അതുപോലെ തന്നെ ബയോ ഫീഡ്ബാക്ക് ഇടുന്ന സെൻസേഴ്സ് കണക്ട് ചെയ്തു. അത്ലീറ്റ് റെസ്പോണ്ട് ചെയ്യുന്ന ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വർക്കൗട്ട് റെസ്പോണ്ട് ചെയ്യുന്നു നോക്കി. അതുപോലെ തന്നെ അവർ ഇടുന്ന ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ഏതൊക്കെ ഫാബ്രിക്സ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഏത് നല്ല എയറോഡൈനാമിക് ഷേപ്പിൽ ഈ സൈക്കിൾ ഓടിക്കാൻ പറ്റും നോക്കി. അത് പോരാതെ തന്നെ ഈവൻ ഡെപ്തായിട്ട് ഏതൊക്കെ കാര്യത്തിൽ ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും ആ രീതിയിൽ വരെ ഹൺഡ്രഡ്സ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഈ പുള്ളിക്കാരൻ കൊണ്ടുവന്നു, ഈ കോച്ച് കൊണ്ടുവന്നു. അപ്പോൾ അതിൽ വേറെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പലതരത്തിലുള്ള മസാജ് ജെൽസ് യൂസ് ചെയ്തു, ഏതൊക്കെ രീതിയിൽ മസിൽ റിക്കവറി ഏറ്റവും പെട്ടെന്ന് കിട്ടും നോക്കി. അത് ഏറ്റവും ബെസ്റ്റ് സർജനെ കൊണ്ടുവന്നു, ഏതൊക്കെ രീതിയിൽ ഏറ്റവും എഫിഷ്യൻ്റ് രീതിയിൽ കൈ കഴുകി കഴിഞ്ഞാൽ ഏതിനും ജേംസ് ഒന്നും പിടിക്കാതെ പല രോഗങ്ങളും പിടിക്കാതെ ഇവർക്ക് ഈ ആത്ലീറ്റ്സിന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ പില്ലോസ് തലണകൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നുണ്ട്. അങ്ങനെ ഈവൻ ലൈക്ക് ടീം ട്രക്ക് ഈ സൈക്കിൾസ് ഒക്കെ കൊണ്ടുവരുന്ന ട്രക്കിൻ്റെ ഉള്ളിൽ വൈറ്റ് കളേഴ്സ് ആക്കിയിട്ടു, വൈറ്റ് പെയിൻറ്റ് അടിച്ചു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഡസ്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഈവൻ ആ ഡസ്റ്റ് പോലും ഈ പറയുന്ന സൈക്കിൾ ഇത്ര ഫൈനലി ട്യൂൺഡായ ബൈക്കിന് ഏതെങ്കിലും ഇതിൽ ഡസ്റ്റ് കുടുങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും അതിൻ്റെ പെർഫോമൻസിന് ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് അത്രയും മെറ്റിക്കുലസ് ആയിട്ട് എക്സ്ട്രീംലി ഡീറ്റെയിൽ ആയിട്ട് പോയ കാരണത്താൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ 5 വർഷം ഈ കോച്ച് ഈ പറയുന്ന ആത്ലീറ്റ്സിനെ ട്രെയിൻ ചെയ്ത് വിച്ച് ഈസ് സൈക്ലിസ്റ്റിനാണ്. അതിനുശേഷം 2008 ഒളിമ്പിക് ഗെയിംസിൽ ബ്രിട്ടൻ ടീം വാങ്ങിയത്, ബീജിംഗ് ഒളിമ്പിക്സിൽ വാങ്ങിയത് 60% ഓഫ് ഗോൾഡ് മെഡൽസ് ഈ പറയുന്ന ഇവൻറ്റ്സിലെല്ലാം 60% ഗോൾഡ് മെഡൽ നേടിയത് ബ്രിട്ടീഷ് സൈക്ലിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഉണ്ടായ ടൂർ ഡി ഫ്രാൻസ് എന്ന് പറയുന്ന ലോകത്തായിട്ട് വൺ ഓഫ് ദി ചാമ്പ്യൻഷിപ്പിലൊക്കെ ബ്രിട്ടൻ്റെ പല ആൾക്കാർ പോയി, ബ്രിട്ടൻ്റെ ആത്ലീറ്റ്സ് പോയിട്ട് 2015, 2016, 2017 അങ്ങനെ 2007 മുതൽ 2017 വരെ 178 വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഈ പറഞ്ഞ ആൾക്കാർ ഈ ആത്ലീറ്റ്സ് ഒളിമ്പിക്കിലും പാരാഒളിമ്പിക്കിലും ഗോൾഡ് മെഡൽസ് നേടുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ ഹാപ്പൻ ബിക്കോസ് ഓഫ് വൺ കോൺസെപ്റ്റ് വിച്ച് ഈസ് 1% ഇംപ്രൂവ്മെൻറ്റ്. അത് നമ്മുടെ ആറ്റമിക് ഹാബിറ്റ്സ് ജെയിംസ് ക്ലിയർ കൊണ്ടുവന്നൊരു ടോപ്പിക്കാണ് 1% ഇംപ്രൂവ്മെൻറ്റ് എന്ന സംഭവം. കാരണം സയൻറ്റിഫിക്കലി പുള്ളിക്കാരൻ പഠിച്ചപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഒരു ദിവസം 1% വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് 37% എക്സ്ട്രാ ബെനിഫിറ്റ് നമുക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ 1% നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ -0 നമ്മുടെ ലൈഫ് കൊണ്ടുപോകുന്നതാണ്. ദ ഹോൾ ഐഡിയ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ വൈ സ്മോൾ ഹാബിറ്റ്സ് മേക്സ് എ ബിഗ് ഡിഫറൻസ്, ലൈക്ക് ഇതൊരു പ്രിൻസിപ്പിളാണ്. എഗെയിൻ വൺ ഓഫ് ദ തിങ് വിച്ച് ഐ ബിലീവ്, എനിക്ക് തന്നെ ബിലീവ് ചെയ്യുന്ന സംഭവം, ഞാൻ പറഞ്ഞ സയൻറ്റിഫിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുന്നത് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ് ഫോർ മീ. അപ്പം ഇപ്പോൾ ഒരു തുള്ളി വെള്ളം ഒരു പാറയുടെ കഷത്തിൽ വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഇവൻച്വലി ആ പാറയെ തുളച്ച് കളയും. കാരണം ആ ടൈനി വരുന്ന ആ ഡ്രിപ്പ് എന്ന് പറയുന്ന ഒരു ബോംബ് പോലെയാണ് മൈക്രോസ്കോപ്പിക് ലെവൽ ഈ പാറയുടെ സർഫേസിൽ എടുക്കുന്നത്. സോ ദാറ്റ് ആക്ച്വലി എന്താ പറയുക, ആ പാറയെ പിളർപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ടൈനി ഹാബിറ്റ്സ്, ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് ഈ രീതിയിൽ നമുക്ക്
ആ മാറ്റങ്ങൾ കൊണ്ടുവരും. സോ ഒരു സയൻറ്റിഫിക് പ്രിൻസിപ്പിളാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആ 1% ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ലൈഫിൽ, ദാറ്റ് വിൽ ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ അതാണ് ഈ പറയുന്ന ഹോൾ ബുക്കിൽ ജോൺറ. അപ്പോൾ അതിൽ 1% ബെറ്റർ എന്ന് പറയുന്ന സംഭവം, ഈ കോൺസെപ്റ്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് പല ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻ തരുന്നത്. അപ്പോൾ ഏത് ഇൻഫർമേഷൻ ഏത് ആൾക്കാർക്കാണ് ക്ലിക്കാകുന്നത്, ദാറ്റ് ഈസ് ദ മൊമെൻറ്റ്. ആ മൊമെൻ്റാണ് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നത്. സോ അഗെയിൻ, ഹാബിറ്റ്സ് ആർ ദ കോമ്പൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് സെൽഫ് ഇംപ്രൂവ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഒരു 8ാമത്തെ ലോകമഹാ അത്ഭുതം എന്ന് പറയുന്നത് വിശേഷിപ്പിച്ച സംഭവമാണ്. 8ാമത്തെ ഒരു ലോകമഹാ അത്ഭുതം ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത്. അതായത് 2, 4, 8 അങ്ങനെ നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് കൊണ്ടുപോയാൽ അത് 32ാമത്തെ ലെവലെത്തുന്ന സമയത്ത് ഒരു മില്യണിലേക്ക് എത്തും എന്ന് പറയുന്നത്. അപ്പം എഗെയിൻ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഒരു ബുക്ക് തന്നെ ഉണ്ട് അതിനെ, അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഇന്നത്തെ ഈ ഒരു ബുക്കിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കൺസിസ്റ്റൻ്റായി ചെയ്യുകയാണെങ്കിൽ അത് ഒരു പെർസെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാ ദിവസവും കൊണ്ടുവരികയാണെങ്കിൽ അതൊരു വിത്തിൻ എ സർട്ടൻ പീരീഡിൽ നമുക്ക് ഭയങ്കര ചേഞ്ച് കൊണ്ടുവരും. പക്ഷേ എന്തുകൊണ്ട് ഈ സംഭവം അറിഞ്ഞിട്ടും അധികം ആൾക്കാരും ചെയ്യുന്നില്ല? അവിടെയാണ് ഈ നമ്മൾ ജെയിംസ് ക്ലിയർ അതിനെ ഡീറ്റെയിൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പല രീതിയിലെ ഇൻഫർമേഷൻ, അതിലൊരു ഇൻഫർമേഷനാണ് ഈ എയർപ്ലെയിന് ഒരു ലൊക്കേഷനിൽ വേറെ ലൊക്കേഷനിൽ പോവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ലെറ്റ്സ് ദുബായിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന എയർപ്ലെയിന് ഒരു 3.5 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അത് വേറെ എവിടെയെങ്കിലും ചെന്നൈയിലോ അല്ലെങ്കിൽ ചിലപ്പം ഹൈദരാബാദിലേക്കും പോയി ലാൻഡ് ചെയ്യുക. കാരണം ഒരു ചെറിയൊരു മാർജിനൽ ഡിഫറൻസ് വരുന്ന സമയത്ത് ഇവൻച്വലി ആ ഒരു ട്രാവൽ ജേർണി പോയിട്ട് എത്തുന്നത് വേറൊരു ലൊക്കേഷനിലേക്കും വേറൊരു ഡെസ്റ്റിനേഷനിലേക്കായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും. അപ്പോൾ പുള്ളി പറഞ്ഞിരുന്നത് വെച്ചാൽ ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. യൂണിവേഴ്സൽ ലോസ് ഉണ്ട്. ഈ യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്ന സംഭവം അതിന് നമ്മൾ ഒബേ ചെയ്യുക എന്നുള്ളത്. അതിന് ഒബേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. ഫോർ എക്സാമ്പിൾ, എയറോഡൈനാമിക് ലോ ഫോളോ ചെയ്യുന്ന കാരണം നമുക്ക് ആകാശത്തിൽ പറക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഈ ഗ്രാവിറ്റേഷൻ, അതുപോലെ ന്യൂട്ടോണിയൻ ലോ, ഈ ന്യൂട്ടൻ്റെ പല നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത കാരണത്താൽ നമുക്ക് ഈ പറയുന്ന റിയാലിറ്റി കൂടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. GPS ഒക്കെ അതിനെ ബേസ്ഡ് ചെയ്തിട്ടാണ്. അപ്പം അതുപോലെ ഓരോ നിയമങ്ങളിൽ ഈ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് ഒബേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അതേപോലെയാണ് ഈ പറയുന്ന ഈ നിയമങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, അതിനെ ഒബേ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ ഒബേ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് പോസിറ്റീവ് കോമ്പൗണ്ടിങ് ആൻഡ് നെഗറ്റീവ് കോമ്പൗണ്ടിങ്. പോസിറ്റീവായ രീതിയിൽ 1% ഇംപ്രൂവ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന സംഭവങ്ങൾ പോസിറ്റീവായ പല കാര്യങ്ങളും നമുക്ക് കോമ്പൗണ്ട് ചെയ്യും. അതിലൊന്നാണ് കൂടുതൽ നോളജ് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ വരെ നോളജ് കൂട്ടുകയാണ് ഈ പറയുന്ന ഹാബിറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങൾ കൺസിസ്റ്റൻ്റായി കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പല എപ്പിസോഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഫിറ്റ്നസ്സുമായി ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക പോസിറ്റീവായിട്ട് രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. ഇപ്പോൾ നെഗറ്റീവായ രീതിയിലാണെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി നോക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സ് കോമ്പൗണ്ട് ആവും, അതുപോലെ നെഗറ്റീവ് തോട്ട്സ് കോമ്പൗണ്ട് ആവും, അതുപോലെ തന്നെ പല രീതിയിൽ ഔട്ട് ട്രേഡ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ അതിനെപ്പറ്റി ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ പഠിക്കാതിരിക്കുന്നു, നമ്മളൊന്നും ഫോളോ ചെയ്തില്ല, ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ അതിന് കയറിക്കൊള്ളും. അത് ഏത് ഇൻഫർമേഷനാണ് എന്ന് നമ്മളെ ചോയ്സാണ്. ഇഫ് യു ഡോണ്ട് വർക്ക് ഫോർ യുവർ ഡ്രീം, സംബഡി എൽസ് വിൽ ഹയർ യു ഫോർ ദെയർ ഡ്രീം എന്നൊരു ചൊല്ല് വരെയുണ്ട്. അതായത് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം, നിങ്ങളുടെ ആ ഒരു ഡ്രീം ഗോളിലേക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചിട്ടില്ലെങ്കിൽ വേറെ വല്ലവരും നിങ്ങളെ ഹയർ ചെയ്യും അവരുടെ ഡ്രീം എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോസിറ്റീവ് നെഗറ്റീവ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന സംഭവം. പിന്നെ അതിൽ എന്താണ് ഈ പ്രോഗ്രസ് എന്ന് പറയുന്ന സംഭവത്തെ പറ്റിയിട്ട് വീണ്ടും ആലങ്കാരികമായിട്ട് പറയുന്ന സംഭവമാണ്. ആലങ്കാരികമായിട്ടുള്ള ഫിസിക്സ്, റിയൽ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ. അതായത് 99% ഇത് ഞാൻ പറയുന്നുണ്ടോ, 99 ഡിഗ്രി നമ്മൾ വെള്ളം ചൂടാക്കിയാൽ വെള്ളം ചൂടാവില്ല, തിളക്കില്ല. 100 ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കുന്നു. ആ ഒരു ഒറ്റ പെർസെൻറ്റേജാണ് ഈ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളി പറയുന്ന സംഭവമാണ് ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മളെ റൂം ടെമ്പറേച്ചർ വെച്ച് ചോദിച്ചു, നോർമൽ ടെമ്പറേച്ചറിൽ അത് 21, 22, 23, 24, 25, 30 ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാലും ഇത് ഐസ് മെൽട്ടാവില്ല. 32ാമത് ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഐസ് മെൽട്ടാകാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു 31, 32 ആ ഒരു ഒറ്റ പെർസെൻറ്റേജ് മുകളാണ് ഈ ഐസ് മെൽട്ടാവാൻ തുടങ്ങുന്നത്. അപ്പം പറഞ്ഞു വന്നത് ഈ ഒരു 1% ഡിഫറൻസിൻ്റെ മുകളാണ് പല കാര്യങ്ങളും മാറിയുന്നത്. അപ്പോൾ നമ്മുടെ ഹാബിറ്റ് ബിഹേവിയർ ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അതിലേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിനെപ്പറ്റി വീണ്ടും കുറച്ച് ആലങ്കാരികമായിട്ട് പറയുന്നത്, ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എല്ലാ ആൾക്കാർക്കും ക്യാൻസർ സെൽസ് ഉണ്ട്. 80% ഓഫ് നമ്മുടെ ലൈഫ് സൈക്കിൾ ഈ പറയുന്ന ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ കൂടെ ഉണ്ട്. പക്ഷേ ഒറ്റയടിക്കാണ് ഇത് പെട്ടെന്ന് പടർന്ന് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുന്നത്. നമ്മൾ അതിന് കറക്റ്റായ രീതിയിൽ നമ്മൾ അതിനെ മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ ഒരു ചൈനീസ് ബാംബൂവിൻ്റെ കഥ ഉണ്ട്, അത് പലതവണ കേട്ടിട്ടുണ്ടാവും. ഈ ബാംബൂസ് എന്ന് പറയുന്നത് 5 വർഷത്തോളം നമ്മൾ അതിനെ വളമിട്ട് കഴിഞ്ഞാലും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഒരു കാമ്പ് പോലും കാണില്ല. 5ാമത്തെ വർഷം ശേഷം ഒറ്റയടിക്ക് 6 ആഴ്ച കൊണ്ടെങ്കിൽ 90 ഫീറ്റ് ഹൈറ്റിലേക്ക് ഈ ബാംബു വളരുന്നതാണ് പറയുന്നത്. ഈ ബാംബു നമ്മൾ മുള നിങ്ങളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. ഈ യൂണിവേഴ്സിലെ പല കാര്യങ്ങളും ഇങ്ങനെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഹാബിറ്റും
അതേ രീതിയിലാണ് പുള്ളി പറയുന്നത്. എഗെയിൻ നമ്മൾ ഏത് രീതിയിൽ ഈ പോസിറ്റീവായ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് കാര്യം നമ്മൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി കിട്ടില്ല, ഇവൻച്വലി ആ റിസൾട്ട് കിട്ടും. അതിൽ പുള്ളി പറയുന്ന വേറൊരു സംഭവമാണ് ഈ ടെക്ടോണിക് പ്ലേറ്റ്സ്. നമ്മുടെ ടെക്ടോണിക് പ്ലേറ്റ്സ് നമ്മുടെ ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന നമ്മുടെ ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന സംഭവമാണ്, അതായത് നമ്മുടെ ഈ ഭൂഖണ്ഡങ്ങളൊക്കെ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം. കറക്റ്റാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് എപ്പോഴും ഉറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ചില സമയത്ത് ഉറയുന്ന സമയത്ത് നമ്മുടെ ഭൂകമ്പങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ എർത്ത് ക്വേക്സ് ഉണ്ടാകുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഈ സംഭവം ഇങ്ങനെ ഉറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഏതെങ്കിലും സന്ദർഭത്തിലാണ് അതേപോലെ ഉറയുന്ന സമയത്ത് ഇവൻച്വലി അതൊരു ഭൂകമ്പം ഉണ്ടായി മാറും. പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിൽ ഉടനീളം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ജെയിംസ് ക്ലിയർ പറഞ്ഞത്. അതിൽ വേറൊരു സംഭവമാണ് NBA നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ, അമേരിക്കയിലെ ഏറ്റവും വലിയ ടോപ്പ് ലീഗ് ബാസ്കറ്റ്ബോൾ പ്ലേയിങ് അവിടെയുള്ള കോച്ച് എപ്പോഴെങ്കിലും തനിക്ക് ഈ പറയുന്ന രീതിയിലൊരു നെഗറ്റീവായ ഈ കളിക്കാരൊന്നും ഇമ്പ്രൂവ് ആകുന്നില്ല, അതുപോലെ തന്നെ പുള്ളിയുടെ കോച്ചിങ് ഒന്നും റെഡിയാകുന്നില്ല എന്ന് കാണുന്ന സമയത്ത് പുള്ളി പോയി ഈ കല്ല് പൊട്ടിക്കുന്ന ആൾക്കാരെ പോയി കാണും. കല്ല് പൊട്ടിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അവർ 100ാമത്തെ അടിയിലായിരിക്കും ഈ പറയുന്ന കല്ല് പിളർക്കുക. പുള്ളിക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും എപ്പോഴും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ 100ാമത്തെ ഈ കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആണി അടിക്കുന്ന അടിയിലല്ല കല്ല് പിളർന്നത്, ആ 99 അടിയും അതിന് മുൻപ് വന്ന അടിക്കാണ് ഈ കല്ലിന് കിട്ടിയ ഇമ്പാക്റ്റാണ് 100ാമത്തെ ഇതിൽ പിളർന്നു പോകുന്നത്. അപ്പം അതിനെ പറ്റിയിട്ട് പറയുന്ന ഒരു പേരാണ് പ്ലാറ്റോ ഓഫ് ലേറ്റന്റ് പൊട്ടൻഷ്യൽ. അപ്പോൾ അഗെയിൻ ഇതൊക്കെ ഒരു തിയററ്റിക്കലായിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും ഓരോ ഇൻഫർമേഷൻ കിട്ടുന്നത് ഓരോ രീതിയിലാണ് അവരെടുക്കുന്നത്, ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. ജെയിംസ് ക്ലിയർ കൊണ്ടുവരുന്ന വേറെ സംഭവമാണ് ഫോർഗെറ്റ് അബൌട്ട് ഗോൾസ്, ഫോക്കസ് ഓൺ സിസ്റ്റം ഇൻസ്റ്റഡ്. ഇതിലാണ് ഞാൻ പറഞ്ഞ ഗെയിം തിയറി ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നത്. ഈ ഗെയിം തിയറി എന്ന് പറയുന്നത് ജസ്റ്റ് കീപ് പ്ലേയിങ്. ഗോൾ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ആവശ്യമില്ല. ഈ ഗോൾ എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ ഗോൾ ബേസ്ഡ് ആയിട്ട് ചിന്തിച്ചത്, അതായത് എനിക്ക് ആ പറയുന്ന പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് എത്തണം, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ പറയുന്ന വെയിറ്റിലേക്ക് എത്തണം എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും ഒരു തവണ നിങ്ങൾ ആ വെയിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മോട്ടിവേഷൻ പോയി പോകും. കാരണം നിങ്ങൾ ആ രീതിയിൽ നമ്മുടെ ബ്രെയിൻ ബിഹേവിയർ നമ്മൾ സെറ്റ് ആയിരിക്കും. ഹ്യൂമൻ ബിഹേവിയർ എപ്പോഴും ആ രീതിയിലാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം റിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുവരുന്നത്, റിവേഴ്സ് ആയ രീതിയിൽ ചിന്തിക്കാനുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ പറയുന്നത്. വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ് ഹാവ് ദ സെയിം ഗോൾസ്. നമ്മുടെ ബ്രിട്ടീഷ് സൈക്ലിസ്റ്റുകാരെ കഥ പറഞ്ഞ സമയത്ത് ഈ കോച്ച് വരുന്നത് വരെ അവർക്ക് എല്ലാ വർഷവും ഈ പറയുന്ന ഗോൾഡ് മെഡൽ നേടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആ ഗോൾഡ് മെഡൽ നേടാൻ പറ്റാതായി പോയത് അവർ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യാത്ത കാരണത്തല്ല, അവർ ആ ചെറിയ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വെക്കുന്ന രീതിയിൽ സിസ്റ്റംസ് ബിൽഡ് ചെയ്തില്ല. ഗോൾ ബേസ്ഡ് ആയ രീതിയിൽ അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർ സിസ്റ്റം ബേസ്ഡ് ആയി ചെയ്തില്ല. അപ്പോൾ സിസ്റ്റംസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള സംഭവത്തിലാണ് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അച്ചീവിങ് ഗോൾ ഈസ് ഓൺലി എ മൊമെൻ്ററി ചേഞ്ച്. അപ്പോൾ അതിൽ പറയുന്ന സംഭവമാണ് നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വറീഡ് ആയിരിക്കും. എപ്പോഴാണ് ആ ഗോൾ എത്തുക, എപ്പോഴായിരിക്കും നമുക്ക് എത്താൻ പറ്റുക, എങ്ങനെയൊക്കെ എത്തുക, എത്തിയിട്ടില്ല എന്ത് പറ്റും, ആ രീതിയിലെ ചിന്തകൾ എപ്പോഴും നമ്മുടെ സ്ട്രെസ്സിലേക്ക് കൊടുത്ത് കൊണ്ടുപോകും. ആ സ്ട്രെസ് എപ്പോഴും നെഗറ്റീവായ ഒരു ബിഹേവിയർ ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ സംഭവം ഗോൾ റെസ്ട്രിക്റ്റ് യുവർ ഹാപ്പിനെസ്. ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. ഗോൾ നാലാമത്തെ പറയുന്നത് ഗോൾസ് ആർ അറ്റ് ഓഡ്സ് വിത്ത് ലോങ് ടേം പ്രോഗ്രസ്. അഗൈൻ ദ ഹോൾ ഐഡിയ ഇസ് ലൈക്ക് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യോയോ എഫക്റ്റ്. ഒരു തവണ ഗോൾ ഹിറ്റ് ചെയ്യും, പിന്നെ നമ്മൾ റിലാക്സ്ഡ് ആകും, പിന്നെയും ഗോൾ ഹിറ്റ് ചെയ്യും, പിന്നെ റിലാക്സ്ഡ് ആകും. റണ്ണേഴ്സ് അതുപോലെ തന്നെ വെയിറ്റ് ലൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്ക് 10 കിലോ കുറയണം, 10 കിലോ കുറച്ച് ഞാൻ ഹാപ്പി ആവും. അപ്പോൾ ആ 10 കിലോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും എല്ലാ തരത്തിലുള്ള വർക്കും അവർ ചെയ്യുക. അങ്ങനെ ഒരു 3-4 മാസം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അവർ ഹാപ്പിയായി, പിന്നീട് അവർ സാധാരണ ലൈഫ് സ്റ്റൈലിലേക്ക് പോവുകയും ചെയ്യും, വീണ്ടും വെയിറ്റ് കയറും. ആ യോയോ എഫക്റ്റ് വരും. പല ന്യൂട്രീഷൻ ഡയറ്റുകളും ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ രീതിയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ഫിറ്റ്നസിനെ പറ്റി സംഭവിക്കുകയാണെങ്കിൽ ഇതാണ് മെജോറിറ്റി ഓഫ് ലോകത്തെ 80% പോപ്പുലേഷൻ സംഭവിക്കുന്ന സംഭവമാണ് ഈ പറഞ്ഞ കാര്യം. അപ്പോൾ ഇതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന സിസ്റ്റം കൊണ്ടുവരാനുള്ളതാണ്. ആ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് ആറ്റമിക് ഹാബിറ്റ്സ്. നമ്മളെ ലോകത്തെ എല്ലാ കാര്യങ്ങളും ഒരു ആറ്റമിക് ലെവലിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്തിനെ ലെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ എല്ലാം ആറ്റമിക് മോളിക്കുലർ സ്ട്രക്ചറിലാണ് എല്ലാം നിൽക്കുന്നത്, ശരിയല്ലേ? അതുപോലെ തന്നെ ആ മോളിക്കുലർ ലെവലിൽ നിങ്ങൾ ഹാബിറ്റ് ബിൽഡ് ചെയ്യുക, ആ സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ട് ഇവൻച്വലി നിങ്ങൾക്ക് അതൊരു പവർഫുൾ സംഭവമായിട്ട് മാറും. അതാണ് ഈ പുള്ളിക്കാരൻ്റെ ഒരു ഫിലോസഫി തിയറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പോയിൻ്റാണ് ഹൗ യുവർ ഹാബിറ്റ് ഷേപ്പ് യുവർ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഔട്ട്കം, പ്രോസസ്, ഐഡൻറ്റിറ്റി. 3 ലേയേഴ്സാണ് ബിഹേവിയർ ചേഞ്ചസ് ഉള്ളത്. ഔട്ട്കം എന്ന് പറയുന്നത് ഗോൾ ബേസ്ഡായി ചിന്തായത്. ഗോൾ ബേസ്ഡ് എന്ന് വെച്ചാൽ എനിക്ക് ആ ഗോൾ എത്തണം, ഗോൾ എത്തിക്കഴിഞ്ഞാൽ ഐ ബി വെരി ഹാപ്പി എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് എഗെയിൻ ആ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരും. അപ്പോൾ അതിന് പകരം നേരെ തിരിച്ചിട്ട് കൊണ്ടുവരിക. അതായത് പുള്ളി പറയുന്നത് ഔട്ട്കം ബേസ്ഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ആദ്യം എനിക്ക് വെയിറ്റ് കുറയണം, അപ്പോൾ ഞാൻ ജിമ്മിൽ പോകണം, അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നു, എനിക്ക് ഗോൾ എത്തുന്നു. ഈ രീതിയിലാണ് എല്ലാ ആൾക്കാരും ഫോളോ ചെയ്യുന്നത്. അതിന് പകരം പുള്ളി പറയാൻ നേരെ തിരിച്ച് കൊണ്ടുവരിക. അതായത് ഐഡൻറ്റിറ്റി. ദ മൊമെൻറ്റ് നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യു ആർ എ ഫിറ്റ്നസ് പേഴ്സൺ.
നിങ്ങൾ രാവിലെ ഓടാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിറ്റ്നസ് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് എഴുത്തുകാരനാവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് എഴുതണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കണം. The moment you start reading, you are a reader. The moment you started exercising, you're doing a fitness workout, you are a fitness person, you are an athlete. ആ രീതിയിൽ നിങ്ങൾ ഐഡൻറ്റിറ്റിയെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നതാണ് നമ്മളാക്കി മാറുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ചിന്ത, നമ്മുടെ വാക്ക്, നമ്മുടെ ആക്ഷൻസ്, ഇറ്റ്സ് വെരി കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ സംസാരം നമ്മുടെ ബിഹേവിയറായിട്ട് വളരെ കണക്റ്റഡ് ആയ സംഭവമാണ്. നമ്മളറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് ബ്രെയിൻ നമ്മളെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നതും ഈ പറഞ്ഞ വാക്കുകളാണ്. അതിലൊരു ഉദാഹരണം പറയുന്നതാണ്, രണ്ടാൾക്കാർ ഒരാൾ സ്മോക്ക് ചെയ്യുന്നു, വേറെ ആൾ സ്മോക്ക് ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടുപേരും സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷേ ഒരു വ്യക്തി ആ സമയത്തേക്ക് സ്മോക്ക് ചെയ്യുന്നില്ല. അപ്പം മറ്റേ പുള്ളി ചോദിക്കുന്നത്, അല്ല നീ സ്മോക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് പുള്ളി പറയുന്ന സംഭവം ഇങ്ങനെയാണ്, ഇല്ല വേണ്ട, നോ താങ്ക്സ്, ഐ എം ട്രൈങ് ടു ക്വിറ്റ്, ഞാൻ അത് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണെന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി പറഞ്ഞത് ശരിയാണ്, തെറ്റല്ല. പക്ഷേ പറഞ്ഞത് പുള്ളി ഓൾറെഡി ഒരു സ്മോക്കറാണ്, ഞാൻ ട്രൈ ചെയ്യാണ് ഈ പുകവലി നിർത്താൻ വേണ്ടിയിട്ട്. ആ ഒരു സംസാരത്തിൻ്റെ സബ് കോൺഷ്യസ് ലെവൽ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരന് നിർത്താൻ പറ്റുന്നില്ല. പുള്ളി ഇപ്പോഴും സ്മോക്കറാണെന്ന് ബിലീവ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സംഭവം സിമ്പിളായ വേർഡ് ആണെങ്കിൽ പോലും ഈ വാക്കുകളാണ് നമ്മളാക്കി മാറ്റുന്നത്. അതിന് പകരം പുള്ളി ശരിക്കും പറയേണ്ടത്, നോ താങ്ക്സ്, ഐ ആം നോട്ട് എ സ്മോക്കർ, എനിക്ക് ഈ സിഗരറ്റ് വേണ്ട, ഞാനൊരു പുകവലിക്കാരനല്ല. സംഭവം രണ്ടും ഒരേ മീനിങ് ആണെങ്കിൽ പോലും ഒന്നിൽ ഒരു ബിഹേവിയർ ഉണ്ട്, പുള്ളിയുടെ ഐഡൻറ്റിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിൽ എപ്പോഴും നമ്മളൊരു കാര്യം തീരുമാനിച്ചു, നമ്മൾ ഫിറ്റ്നസ് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പല രീതിയിൽ പറയാൻ തുടങ്ങും. ഓ പുള്ളി വർക്കൗട്ട് ചെയ്യാൻ, നീ ഇത്രയും കാലം വർക്കൗട്ട് ചെയ്ത് വല്ല റിസൾട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന രീതിയിൽ പല രീതിയിൽ കുത്തുവാക്കുകൾ നമ്മൾ ചുറ്റുവിടുന്ന് വരാറുണ്ട്. സോ ഇത് നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ വേറൊരാളുടെയും ഇൻഫർമേഷൻ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളെ വാക്കിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത് നിങ്ങളാണ്, വേറെ ആൾക്കാരുടെ വാക്കിനല്ല. അത് എസ്പെഷ്യലി നെഗറ്റീവായ ക്രിറ്റിസിസം, നെഗറ്റീവായ രീതിയിൽ കമൻറ്റ്സ് ആക്ച്വലി, അത് എസ്പെഷ്യലി കമ്മിങ് ഫ്രം യുവർ റിലേറ്റീവ്സ്, യുവർ ഫ്രണ്ട്സ്, ക്ലോസ് പീപ്പിൾ, വളരെ കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്യുന്ന സംഭവമാണ് ഇൻഫർമേഷൻ വിച്ച് ഈസ് കമ്മിങ് ഫ്രം അതർ പീപ്പിൾ, എസ്പെഷ്യലി സജഷൻസ്, ഈ രീതിയിൽ നെഗറ്റീവായ സജഷൻസ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. യു ആർ ദ പേഴ്സൺ, ബി ദ പേഴ്സൺ ബിഫോർ യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന ഐഡൻറ്റിറ്റി ബേസ്ഡ് ഗോളിലേക്ക് നിങ്ങൾ എപ്പോഴും എത്തിക്കൊണ്ടിരിക്കുക, ഇൻസ്റ്റെഡ് ഓഫ് ഔട്ട്കം ബേസ്ഡ് ഗോൾ. 2-step പ്രോസസ് ടു ചേഞ്ചിങ് ഈ ഐഡൻറ്റിറ്റി. 2 പ്രോസസ്സാണ്. അതിൽ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഡിസൈഡ് ദ ടൈപ്പ് ഓഫ് പേഴ്സൺ യു വാണ്ട് ടു ബി ആൻഡ് പ്രൂവ് ഇറ്റ് ടു യുവർ സെൽഫ് വിത്ത് സ്മോൾ വിൻസ്. ഏത് വ്യക്തി ആവണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക, എന്നതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം, പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല. ഇവിടെയാണ് നമ്മൾ നോക്കുന്നത്. ദ റിയൽ റീസൺ ഹാബിറ്റ്സ് മാറ്റർ, വിച്ച് മീൻസ് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ അതുമായുള്ള പ്രോസസ് സിസ്റ്റംസ് നമ്മൾ ബിൽഡ് ചെയ്യണം, അതുമായുള്ള ചുറ്റുപാടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടുവരണം, അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഓർഗനൈസ്ഡ് ആയ രീതിയിലുള്ളൊരു സിസ്റ്റം നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഇൻകൾക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനെ പറ്റിയിട്ടാണ് ബാക്കിയുള്ള ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വരുന്നത്, വിച്ച് ഈസ് ഹൗ ടു ബിൽഡ് ബെറ്റർ ഹാബിറ്റ്സ് ഇൻ 4 സിമ്പിൾ സ്റ്റെപ്സ്. ഈ 4 സിമ്പിൾ സ്റ്റെപ്സാണ് അടുത്ത് വരാൻ പോകുന്ന എല്ലാ ചാപ്റ്ററിലും ഡീറ്റെയിൽ പറയാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് കാര്യമാണ് വൈ യുവർ ബ്രെയിൻ ബിൽഡ് ഹാബിറ്റ്സ്. നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയ ഒരു മെത്തേഡ് കണ്ടുപിടിക്കുക എന്നുള്ള, ബ്രെയിൻ എപ്പോഴും നമ്മളെ കംഫർട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പം അതിനെ പറ്റിയിട്ട് ശരിക്കും ഒരു സ്റ്റഡി തന്നെ നടത്തിയിരുന്നു. ആ സ്റ്റഡി എന്ന് പറയുന്നത് 1898 ഒരു സൈക്കോളജിസ്റ്റ് നടത്തിയ സ്റ്റഡിയാണ്. പുള്ളിക്കാരൻ ചെയ്തത് പൂച്ചകളെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത്, ആ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കൈൻഡ് ഓഫ് കൂടിൽ പൂച്ചകളെ പുറത്ത് വെച്ചു, അതിനപ്പുറം ഭക്ഷണം വെച്ചു. അപ്പം പൂച്ചകൾക്ക് ആ ഭക്ഷണത്തിൽ പൂച്ചകളെ പട്ടിണിക്കിടുകയും ചെയ്തു തോന്നും. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പൂച്ചകൾ ഈ കൂടിൻ്റെ പുറത്ത് കടന്നിട്ട് ആ ഭക്ഷണം എടുക്കുന്നത്, അതിന് വേണ്ടിയിട്ട് പുള്ളി വെയിറ്റ് ചെയ്തു. അപ്പം ഒരു പൂച്ചനെ തന്നെ പല ടൈപ്പായിട്ട് പല രീതിയിൽ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഏതൊരു വിൻഡോ ഒരു സാധനം ഞെക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കൂട് തുറക്കുകയും പൂച്ചക്ക് പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അപ്പം ആദ്യത്തെ സമയം പൂച്ചക്ക് ഏകദേശം 1.5 മിനിറ്റ് എടുത്തു. ദെൻ ഓരോ ട്രൈ എടുക്കുന്ന സമയത്തും പിന്നെയും പൂച്ച കൂടുതൽ കൊണ്ടിടുന്ന സമയത്ത് രണ്ടാമത്തെ തവണയും പൂച്ച എന്ത് ചെയ്യും, ഈ പറയുന്ന 1.5 മിനിറ്റ് എന്നുള്ളത് പിന്നെ അത് അതിലും കുറച്ചായി 60 സെക്കൻഡായി, 15 സെക്കൻഡ്, 28 സെക്കൻഡായി, 32 സെക്കൻഡ്, പല രീതിയിലെ പാറ്റേൺസാണ്. ഇവൻച്വലി 6-7 സെക്കൻഡിനുള്ളിൽ ഈ പൂച്ച കൂട്ടിലിടുമ്പോഴേക്കിന് ആ ഒരു ലിവർ വലിക്കുകയും
ലിവർ വലിക്കാൻ ലിവർ തൊടുകയും കൂട് തുറക്കുകയും പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഹോൾ സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ലിവിങ് ബീങ്സിൻ്റെ ബ്രെയിൻ എങ്ങനെ ഓർഗനൈസ്ഡ് ആയിരിക്കുന്നത് അതിനെ പറ്റിയുള്ളൊരു സ്റ്റഡി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഓർഗനൈസ് ആയി നിൽക്കുന്നത് നമ്മളെ കംഫർട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ കംഫർട്ട്നെസ് ഏതൊക്കെ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ ഷോർട്ട് കട്ട് മെത്തേഡ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഷോർട്ട് കട്ട് മെത്തേഡ് എടുക്കുന്നത് ഈ ഒരു 4 ഫേസിൽ കൂടിയാണ്. അതാണ് ക്യൂ, ക്രേവിങ്, റെസ്പോൺസ് ആൻഡ് റിവാർഡ്. അതാണ് സയൻസ് ഓഫ് ഹൗ ഹാബിറ്റ് വർക്ക്സ്. ഈ ഹാബിറ്റ് വർക്ക് ചെയ്യുന്നതിന് പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 എന്ന് പറയുന്നത് ക്യൂ ആൻഡ് ക്രേവിങ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് റെസ്പോൺസ് ആൻഡ് റിവാർഡ്. അതിനെ പുള്ളി പറയുന്നത് 2 പ്രോബ്ലം ഫേസ് ആൻഡ് സൊല്യൂഷൻ ഫേസ്. പ്രോബ്ലം ഫേസ് എന്ന് പറയുന്നത് ക്യൂ ആൻഡ് ക്രേവിംഗ് ആണ്, രണ്ടാമത് സൊല്യൂഷൻ ഫേസ് എന്ന റെസ്പോൺസ് ആൻഡ് റിവാർഡാണ്. അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു സംഭവം ഒന്നാണ്. കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ സൗണ്ട് വന്നു, അപ്പോൾ നമുക്ക് ഒരു ക്യൂ ആണത്. അതായത് ഒരു സൗണ്ട് വന്നു, ആ സൗണ്ട് നമ്മൾ ഹിറ്റ് ചെയ്ത് നമുക്ക് അത് തുറന്നു നോക്കാനുള്ള ക്രേവിങ് വന്നു. ഈ ക്രേവിങ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഫോൺ എടുക്കുന്നു, അതാണ് റെസ്പോൺസ്. ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ തുറന്നു നോക്കുമ്പോഴേക്കും നമുക്ക് ആ റിവാർഡും കിട്ടി. ഇതാണ് ബേസിക്കായ സൈക്കോളജി ബിഹൈൻഡ് നോട്ടിഫിക്കേഷനും അതുപോലെ നമ്മൾ ഫോൺ എടുക്കുക. ഒരു നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് നിലത്ത് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എൻജിനീയറിംഗ് ആണ് ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റെഡ് ഡോട്ട് ആയിക്കോട്ടെ, അതിൻ്റെ കളർ കോർഡിനേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ UI UX ഡിസൈൻ ആയിക്കോട്ടെ, എൻറ്റയർലി ഹ്യൂമൻ സൈക്കോളജി ബിഹേവിയറൽ സയൻസ് എൻജിനീയേഴ്സിനെ വെച്ചിട്ടുണ്ടാക്കിയ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു $multi-billion ഇൻഡസ്ട്രിയാണ് ഈ സോഷ്യൽ മീഡിയ. ഈവൻ ദ ഗാഡ്ജറ്റ്, ഞാൻ പണ്ട് പറഞ്ഞൊരു സംഭവമാണ്, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ ഡിവൈസ്, ദിസ് എ $1 billion വെപ്പൺ ഡയറക്ട്ലി എയിം ടു എ ബ്രെയിൻ. ഒരു $1 billion വെപ്പണാണിത്. അപ്പം ഇതിനുണ്ടാക്കിയിരിക്കുന്നത് ഈ സയൻറ്റിഫിക് മെത്തേഡ് വെച്ചിട്ടാണ്. ഒരു ക്യൂ, ഒരു ക്രേവിങ്, ഒരു പ്രോബ്ലം ഫേസ് വെച്ചു, പിന്നെ അതിൻ്റെ സൊല്യൂഷൻ ഫേസ് വെച്ചു. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പാടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംഭവം എന്താ, ഒരു ലെഥാർജി. അപ്പോൾ തന്നെ നിങ്ങൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ, ഒരു റിവാർഡ് അല്ലേ. അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി, ബ്രെയിൻ അറിയില്ല ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. നമ്മൾ ഈ മനുഷ്യന്മാർ തന്നെ മനുഷ്യന്മാർക്ക് ഉണ്ടാക്കിയ വിനയാണ് ഈ പറഞ്ഞ രീതിയിൽ പല രീതിയിൽ നമുക്ക് പ്രോബ്ലം ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് രാവിലെ തന്നെ മൊബൈൽ എടുത്ത് നോക്കുന്നത് തെറ്റ് എന്നല്ല പറഞ്ഞത്, നമ്മൾ എന്ത് നോക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വേണം. ഇപ്പോൾ രാവിലെ നമ്മൾ ഫോൺ എടുത്ത് നോക്കുന്നത് നമ്മളെ ഹാബിറ്റ് ബിൽഡാക്കാനുള്ള, നമ്മളെ റിമൈൻഡ് ചെയ്യാൻ പറ്റുന്ന നോട്ട്സ് ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്യൂ ക്രേവിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. രാവിലെ എടുത്ത് നോക്കുന്ന സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് ആണെങ്കിൽ ഒരു അരമണിക്കൂർ അതിൽ തന്നെ പോകും, അല്ലെങ്കിൽ 1 മണിക്കൂർ. പിന്നെയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫുള്ള് എടി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുന്നത്, ശരിയല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ക്യൂ ആൻഡ് ക്രേവിങ്സ് നമ്മൾ വളരെ രീതിയിൽ കെയർഫുള്ളായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഈ ഒബ്സർവ് ചെയ്യുന്നത് കൂടിയാണ് നമ്മൾ ഹാബിറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ 4 laws ഓഫ് ബിഹേവിയറൽ ചേഞ്ചിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സംഭവം ഇനി അടുത്ത ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ഹാബിറ്റ്സിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. ഞാനിപ്പോൾ കുറച്ച് മുൻപ് പറഞ്ഞ സംഭവമാണ്, നമ്മൾ ബാഡ് ഹാബിറ്റാണ് രാവിലെ തന്നെ എഴുതി നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് നമ്മൾ നോക്കുക, അതിൽ കുറേ കുത്തിയിരിക്കാനുള്ളതല്ലേ. അതൊരു ബാഡ് ഹാബിറ്റാണ്. പക്ഷേ ഒറ്റയടിക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ അതിന് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് മാറ്റുക. അപ്പോൾ അതിലിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഹാബിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളത് എപ്പോഴും ഈസി ആക്കുന്ന രീതിയിൽ കൊണ്ടുവരിക. രണ്ടാമത്തത് അതിനെ അട്രാക്റ്റീവ് ആക്കുക. മൂന്നാമത്തത് അതിനെ കുറച്ചുകൂടി എളുപ്പമുള്ളതാക്കുക. ഏറ്റവും അവസാനത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാക്കുക. അപ്പം മേക്ക് ഇറ്റ് ഓബ്വിയസ്, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, മേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ് എന്നൊരു ടെക്നിക്കൽ ടേംസ് കൂടിയാണ് പുള്ളി പറയുന്നത്. അത് ഒരു ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും കേക്ക് കഴിക്കുന്ന ആളാണെങ്കിൽ കേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക, വീടുകളിൽ അറ്റ്ലീസ്റ്റ് ഇല്ലാതാക്കുക. അപ്പോൾ നമുക്കത് ഇല്ലാതാവും, അത് ഇൻവിസിബിൾ ആവും. പിന്നെ ലെസ് അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിൽ കാര്യങ്ങൾ, ക്രേവിങ്സ്, അതായത് ഫസ്റ്റ് സെക്കൻഡ് ലോ ക്യൂ ആൻഡ് ക്രേവിങ് നമ്മൾ പരമാവധി പല രീതിയിൽ തടയാന്നുള്ള രീതിയിലാണ് പറ്റുന്നത്. പിന്നെ നാലാമത്തത് റെസ്പോൺസ് ആൻഡ് റിവാർഡ്. അത് കിട്ടാൻ നമുക്ക് ഡിഫിക്കൽട്ട് ആക്കുക, പിന്നെ അൺസാറ്റിസ്ഫൈ ആക്കുക. അത് അഗെയിൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അടുത്ത ചാപ്റ്റേഴ്സിലായിട്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു ഉദാഹരണം, അതായത് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പറയുന്നത് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപായിട്ട് ഹാബിറ്റ് ബിൽഡ് ചെയ്യുക. ഏറ്റവും സിമ്പിളായ ഹാബിറ്റാണ് രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കുക എന്നുള്ളത്. അതിനെ ഒഴിവാക്കുക എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ അങ്ങ് മാറ്റുക. ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന പകരം നമുക്ക് ആ ദിവസം ചെയ്യുന്ന ടു ഡു ലിസ്റ്റ് ഹെൽത്തി ആയിട്ട്, ഈവൻ തോ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് നോക്കിയിട്ട് നമ്മളത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 minute നമ്മളത് റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോൺ വെക്കുക. നമുക്കൊരു ക്യൂ ഉണ്ടായിരുന്നു, ആ ക്യൂ ആയിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ക്രേവിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം നോക്കുകയാണ്, അതിന് പകരം നമ്മളത് മാറ്റി. പിന്നെ അതിൻ്റെ റെസ്പോൺസ് ആൻഡ് റിവാർഡ് എന്ന് പറയുന്നത് ഇവൻച്വലി വരുന്ന സംഭവമാണ്. ഈ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇവൻച്വലി എന്ത് സംഭവിക്കും, നമുക്ക് ആ ഒരു പോസിറ്റീവായ രീതിയിലൊരു ഓറ നമ്മളിൽ വരും. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് us ഇവൻച്വലി. സോ അഗെയിൻ ഇതിനൊരു ചുരുക്കം, ഇതുവരെ പറഞ്ഞ സംഭവം നമ്മൾ ഒരു
7 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ബുക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാബിറ്റ് നമ്മുടെ ലൈഫിൽ പുതിയൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടതാണ്. നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും ഓരോ ഡിസിഷൻസാണ്. ഓരോ മൊമെൻറ്റിൽ നമ്മൾ ഡിസിഷൻ എടുക്കുക, ഓരോ ആറിൽ നമ്മൾ ഡിസിഷൻ എടുക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് മുതൽ വൈകുന്നേരം വരെ ഇടയിൽ നമ്മൾ കാണുന്ന ആൾക്കാർ, നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളെല്ലാം കംപ്ലീറ്റ്ലി മിക്സ്ഡ് അപ്പ് വിത്ത് ദ സറൗണ്ടിങ്സ് ആണ്. നമ്മൾ പീപ്പിൾ പല കാര്യങ്ങളായിട്ട് മിക്സ്ഡ് അപ്പ് ആണ്. നമ്മൾ ഇതുവരെ അനലൈസ് ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. ദ മോർ വി അനലൈസ് ദ മോർ വി ഗെറ്റ് ക്ലാരിറ്റി. ഈ ക്ലാരിറ്റി കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, അതിനാവശ്യമായ രീതിയിലുള്ള നോളജ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കാനുള്ളതാണ്. ദ റൈറ്റ് നോളജ് ഒരു തവണ നമ്മൾ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ നോളജ് മസിൽ ബിൽഡ് ആവും. ഇവൻച്വലി യു ഗെറ്റ് ദ കൈൻഡ് ഓഫ് ആ ഒരു ലൈറ്റ് ബൾബ് മൊമെൻറ്റ് വരും. ദെൻ യു ബിക്കം വെരി ഡിസിപ്ലിൻഡ്. And that's all, my beautiful people. And if you like this video, just share with your friends. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ, this is a journey for all of us to become the healthiest, fittest version. So thanks for watching, and I'll see you in the next video.